ഹലോ എവരിവൺ. അപ്പോൾ മാനേജിങ് സ്ട്രെസ്സിൽ നമ്മൾ രണ്ടാമത്തെ ക്ലാസ് ആണ്. നമ്മൾ സ്ട്രെസ് എന്താണെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ സ്ട്രെസ് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം, അതുപോലെ തന്നെ സ്ട്രെസ് നമ്മൾ എങ്ങനെ കണ്ടെത്താം എന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു അല്ലേ. സ്ട്രെസ് എന്ന് പറയുന്നത് നമുക്ക് ചെക്ക് ലിസ്റ്റ് ഉപയോഗിച്ചു അല്ലെങ്കിൽ ഇന്റർവ്യൂ വഴി അല്ലെങ്കിൽ നമ്മളെ തന്നെ ഒന്ന് കൃത്യമായിട്ട് ഒന്ന് അവബോധത്തിലൂടെ നമ്മളെ തന്നെ ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് നമ്മൾ സ്ട്രെസ് ഉണ്ടോ അല്ലെങ്കിൽ സ്ട്രെസ് നമ്മളെ എത്രത്തോളം മോശമായിട്ട് ബാധിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ സ്ട്രെസ്സിന്റെ കുറച്ച് സിംറ്റംസ് ആണ് നമ്മൾ ഇനി അടുത്ത ചർച്ച ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, ഇപ്പൊ കയറിയവരൊന്ന് മ്യൂട്ട് ചെയ്യണേ. ഓക്കെ, മഞ്ജു ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? നിങ്ങളുടെ വീട്ടിലെ ശബ്ദങ്ങളൊക്കെ കേൾക്കാതിരിക്കാനാട്ടോ. അപ്പൊ നമ്മുടെ റെക്കോർഡ് ക്ലാസ് ഒക്കെ കേൾക്കുന്നവർക്ക് ബുദ്ധിമുട്ടാവൂല്ലോ, അതുകൊണ്ടാണേ. പിന്നെ സിംറ്റംസ് ഓഫ് സ്ട്രെസ് എന്ന് പറയുന്നത് എന്താണ്, സ്ട്രെസ്സിന്റെ കുറച്ച് ലക്ഷണങ്ങൾ എന്താണെന്നാണ് പറയാം. എല്ലാവർക്കും ജീവിതത്തിൽ സ്ട്രെസ് അനുഭവപ്പെടേണ്ടി വന്നിട്ടുണ്ടാവും. കാരണം നമ്മൾക്ക് വർക്ക് പ്രഷർ ഉണ്ടാവും, അല്ലെങ്കിൽ കുടുംബത്തിലെ കുറച്ച് പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് കുട്ടികൾ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ ആ ഒരു ലൈഫിലുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പാടുപെടുമ്പോൾ നമുക്ക് സ്ട്രെസ് ഒക്കെ ഉണ്ടാവാറുണ്ട് അല്ലെ. പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന് പറഞ്ഞ കുറെ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ കേൾക്കാറുണ്ട്. അപ്പൊ ഈ ഒരുപാട് സ്ട്രെസ്സിലൂടെ നമ്മൾ ജീവിതത്തിൽ കടന്നു പോകാറുണ്ട്. അപ്പൊ സ്ട്രെസ് ഉണ്ടാവുന്നതിന്റെ ചില ലക്ഷണങ്ങൾ, അപ്പൊ സ്ട്രെസ് കാരണം നമ്മൾ ഉണ്ടാകുന്ന കുറച്ച് ലക്ഷണങ്ങളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതും എക്സാമിന് ചോദിക്കാറുണ്ട്. സ്ട്രെസ് എന്താണെന്നും അത് കൃത്യമായിട്ട് എങ്ങനെ നമുക്ക് മെഷർമെന്റ് ചെയ്തെടുക്കാമെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ ഒന്ന് പഠിച്ചിരിക്കണേ. അത് എക്സാമിന് ചോദിക്കും. പിന്നെ സിംറ്റംസ് ഓഫ് സ്ട്രെസ് നല്ല രീതിയിൽ മനസ്സിലാക്കിയിരുന്നുള്ള സ്ട്രെസ്സിനെ കുറിച്ചൊക്കെ ചോദിക്കുകയാണെങ്കിൽ 10-20 മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് സിംറ്റംസ് ഓഫ് സ്ട്രെസ് നമുക്ക് എഴുതി വെക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വളരെ ഈസിയാണ് പഠിക്കാനും. ഇപ്പൊ ഫസ്റ്റ് സിംറ്റം എന്ന് പറയുന്നത് ആക്നി ആണ്, അതായത് മുഖക്കുരു ആണ്. AC തന്നെ കേട്ടോ. ആക്നി എന്ന് പറഞ്ഞാൽ മുഖക്കുരു ആണ്. മുഖക്കുരു സ്ട്രെസ്സിന്റെ ഒരു ഭാഗമാണ്. Acne is one of the most visible ways that stress often manifests itself. When some people are feeling stressed out, they tend to touch their faces more often. It can spread bacteria and contribute to the development of acne. Several studies have also confirmed that acne may be associated with a higher level of stress. അപ്പോൾ സ്ട്രെസ്സിന്റെ ഒരു കാരണമായിട്ട് നമ്മൾ ആക്നി എന്ന് പറഞ്ഞു, മുഖക്കുരുവാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു. അതായത് നമുക്ക് സ്ട്രെസ് ഉള്ളപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മുഖത്ത് തൊടാനായിട്ട് സാധ്യതയുണ്ട് അല്ലേ. ഇങ്ങനെയൊക്കെ മുഖമൊക്കെ ഒപ്പാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പൊ എന്താണ്, നമ്മുടെ മുഖത്തിലെ കുറച്ച് ബാക്ടീരിയാസും കാര്യങ്ങളും ഒക്കെ മുഖത്തുനിന്ന് സ്പ്രെഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പം എവിടെയെങ്കിലും ഒരു ഭാഗത്ത് കുരു വന്നു കഴിഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മുഖത്തൊക്കെ തൊടുമ്പോൾ അത് സ്പ്രെഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സ്ട്രെസ് കാരണം നമുക്ക് മുഖക്കുരു കൂടുതൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് വിസിബിൾ ആയിട്ട് കാണാവുന്ന ഒരു ഇഷ്യൂ ആണ് അല്ലെങ്കിൽ ഒരു സിംറ്റം ആണ് നമുക്ക് ആക്നി എന്ന് പറയുന്ന, മുഖക്കുരു എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതൊന്ന് ഓർത്തിരിക്കുക. പിന്നെ വരുന്നത് ഹെഡേക്ക് ആണ്, അതായത് തലവേദന, മൈഗ്രെയിൻ ഒക്കെ നമുക്ക് ചിലപ്പോൾ സ്ട്രെസ്സിന്റെ ഭാഗമായിട്ടുണ്ടാവും. എൻ്റെ ഒരു ഫ്രണ്ടിന് 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഒക്കെ ഭയങ്കരമായിട്ടുള്ള തലവേദനയായിരുന്നു. ഉച്ചയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഭയങ്കര തലവേദന. അതൊക്കെ എന്താണ്, 10ാം ക്ലാസ് എന്ന് പറയുന്ന എല്ലാവരും മൂതി വീർപ്പിച്ച് വെക്കുന്ന ഒരു സാധനമാണ് അല്ലെ. നമുക്ക് 10ാം ക്ലാസ്സിലെ മാർക്കാണ് എല്ലാത്തിനും കാരണം. എല്ലാത്തിനും നല്ല രീതിയിൽ 10ാം ക്ലാസ്സിൽ മാർക്ക് ഉണ്ടെങ്കിലേ നമുക്ക് നല്ല ജോലി കിട്ടുള്ളൂ, അല്ലെങ്കിൽ നല്ല കോഴ്സ് തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പേടിപ്പിച്ച് അതൊരു സ്ട്രെസ്സിന് കാരണമാകും. ആ സ്ട്രെസ് നമുക്ക് ഭയങ്കരമായിട്ട് തലവേദനയ്ക്കൊക്കെ കാരണമാകും. അപ്പൊ ആ രീതിയിൽ വന്ന ഒരു തലവേദനയായിരുന്നു ആ കുട്ടിക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ അത് ഓർത്തിരിക്കുക, കണക്ട് ചെയ്ത് പഠിച്ചോളാം. നമ്മുടെ ലൈഫിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ അതൊക്കെ കണക്ട് ചെയ്തിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ സ്ട്രെസ്സുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങളൊക്കെ കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു എക്സാമിന് കൃത്യമായിട്ടുള്ള കുറച്ച് പോയിന്റുകളൊക്കെ എഴുതി വെക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഹെഡേക്ക് എന്ന് പറയുന്നത്, മെനി സ്റ്റഡീസ് ഹാവ് ഫൗണ്ട് ദ സ്ട്രെസ് ക്യാൻ കോൺട്രിബ്യൂട്ട് ടു ഹെഡേക്സ്, എ കണ്ടീഷൻ ക്യാരക്ടറൈസ്ഡ് ബൈ പെയിൻ ഇൻ ദ ഹെഡ് ഓഫ് നെക്ക് റീജിയൻ. അപ്പോൾ ഹെഡിലും നെക്കിലും ഒക്കെ പെയിൻ ഉണ്ടാവുന്നത് ഓവർ സ്ട്രെസ് കാരണമാണെന്ന് പറയാറുണ്ട്. One study of 267 people with chronic headaches found that stressful event preceded the development of chronic headaches in about 45% of cases. The large study showed that increased stress initially was associated with the increase in the number of headaches they experienced per month. അപ്പോൾ ഹെഡേക്സ് എന്ന ഒരു സ്ട്രെസ്സിന് കാരണമാകുമെന്ന് പറയുന്നത് വെറുതെ അല്ല. അത് പഠനം നടത്തിയിട്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. 267 ആളുകളിൽ നമ്മൾ പഠനം നടത്തിയതിനു ശേഷമാണ് സ്ട്രെസ് കാരണം ഹെഡേക്ക് ഉണ്ടാവുന്നുള്ള പ്രസ്താവനയിലേക്ക് എത്തിച്ചേർന്നത് കേട്ടോ. അത് ഓർക്കുക. അതുപോലെ തന്നെ another study surveyed 150 military services members at a headache clinic, finding that 67% reported their headaches were triggered by stress, making it second most common headache trigger.
അപ്പോൾ ആ ഒരു 67%, രണ്ടാമതായിട്ട് ഒരു തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഒരു പഠനം കൂടെ നടത്തി, 150 ആളുകളെ വെച്ചിട്ടുള്ളൊരു പഠനം നടത്തി. അതിൻ്റെ അകത്ത് 67% ആളുകൾക്കും ഹെഡേക്ക് ഉണ്ടായത് എന്തുകൊണ്ടാണ്? ആ ഒരു സ്ട്രെസ് കാരണമാണ്. അപ്പൊ അത് ഓർത്തിരിക്കുക. ഹെഡേക്കും അതുപോലെ തന്നെ ആക്നിയും മുഖക്കുരുവും തലവേദനയും ഒക്കെ ഈ ഒരു സ്ട്രെസ്സിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്നതാണ്. നെക്സ്റ്റ് ഒരു സിംറ്റം എന്ന് പറയുന്നത് എന്താണ്? അത് ക്രോണിക് പെയിൻ ആണ് കേട്ടോ. Aches and pains are common complaint and that can result from increasing level of stress. One study made up to 37 teenagers with sickle cell disease found that higher levels of daily stress were associated with the increase in the same day pain levels. Other studies have shown that increased levels of the stress hormone cortisol may be associated with the chronic pain. അപ്പോൾ ക്രോണിക് പെയിൻ എന്ന് പറയുന്നതും ഈ ഒരു സ്ട്രെസ് കാരണം ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. പലതരത്തിലുള്ള വേദനകളൊക്കെ നമുക്ക് ഉണ്ടാവുന്നത് സ്ട്രെസ് കാരണം എന്താണെന്ന് പറയാം കേട്ടോ. തലവേദന, അതുപോലെ തന്നെ കാൽവേദന തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചിലപ്പോൾ സ്ട്രെസ് കാരണം ഉണ്ടാവാറുണ്ട് എന്നും പറയും. അതുപോലെ തന്നെ ഫ്രീക്വന്റ് സിക്നസ്, എന്താണ് തുടർച്ചയായിട്ടുള്ള രോഗങ്ങളൊക്കെ നമ്മളെ പിടിപ്പെടുന്നത് സ്ട്രെസ് കാരണമാണെന്നും നമ്മൾ പറയാറുണ്ട്. Frequent sickness എന്ന് പറയുന്നത്, if you feel like you are constantly battling a cause of the significant stress can maybe to be blamed. Stress may take a toll on your immune system and can cause increased susceptibility to infections. In one study, 61 older adults were injected with the flu vaccine. Those who chronic stress were found to have a weakened immune response to the vaccine, indicating that stress may be associated with a depressed immunity. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താ, ഫ്രീക്വന്റ് സിക്നസ് നമ്മുടെ സിംറ്റം ആയിട്ട് പറയുന്നുണ്ട്, സ്ട്രെസ്സിന്റെ സിംറ്റം ആയിട്ട് പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ തന്നെ തകരാറിലാക്കാൻ സ്ട്രെസ് കാരണം സാധിക്കുന്നു പറയാം. ഓവറായിട്ട് സ്ട്രെസ് ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് രോഗങ്ങൾ വരാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വയറുവേദന, അതുപോലെ തന്നെ ഒരുപാട് തലവേദന, അതുപോലെ തന്നെ കണ്ണിന് വേദന തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഇത് കാരണം, എന്താണ്, ഈ ഒരു സ്ട്രെസ് കാരണം ഉണ്ടാവും. അതുപോലെ തന്നെ പനിയ, ജലദോഷം തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് സ്ട്രെസ് കാരണം ഉണ്ടാവും. പേടിച്ച് പനി പിടിച്ചു എന്നൊക്കെ നമ്മൾ കളിയാക്കി പറയാറുണ്ട് അല്ലെ? പക്ഷെ അതൊക്കെ കറക്റ്റ് ആണ്. നമ്മൾ പേടിച്ച് സ്ട്രെസ് കാരണം നമുക്ക് പനിയൊക്കെ വരാറുണ്ട്. അപ്പൊ അതൊക്കെ ഈ ഒരു ഫ്രീക്വന്റ് സിക്നസിൽ ഉൾപ്പെടുന്നുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് പനി വിട്ടുമാറാത്ത പനി, അതുപോലെ തന്നെ തലവേദന, ഇതൊക്കെ നമ്മുടെ ഡെയിലി ലൈഫിന്റെ ഭാഗമായിട്ട് മാറാനൊക്കെ സ്ട്രെസ് കാരണമാകും. അതുകൊണ്ട് ഇതൊക്കെ കണ്ടിന്യൂ ചെയ്യാതെ അതൊക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടത് പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ഡിക്രീസ്ഡ് എനർജി ആൻഡ് ഇൻസോമിന എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ക്രോണിക് ഫിഗർ ദാറ്റ് ഡിക്രീസ്ഡ് എനർജി levels can also be caused by prolonged stress. For example, of the study of 2000 for 3 people found the figure fatigue was strongly associated with the increased stress level. Stress also may also distribute sleep and cause insomnia, which can lead to low energy. അപ്പോൾ എനർജി ഇല്ലാതാവുന്നതിനും അതുപോലെ തന്നെ ഉറക്കക്കുറവിനുമൊക്കെ ഈ ഒരു സ്ട്രെസ് കാരണമാകാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടും അല്ലെങ്കിൽ ഒരുപാട് സമ്മർദ്ദം ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ശരിയായിട്ട് ഉറങ്ങാൻ സാധിക്കില്ല അല്ലെ? ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നാളെ ഒരു എക്സാം ഉണ്ടെന്ന് വിചാരിക്കാം. നമ്മളൊന്നും പഠിക്കാതെയാണ് നമ്മൾ കിടന്നതെങ്കിൽ നമുക്ക് എപ്പോഴും ആ ഒരു ചിന്തയായിരിക്കും അല്ലെ, അയ്യോ എക്സാം നാളെ വരുമല്ലോ, എന്താണ് ഞാൻ എഴുതി വെക്കുക, എനിക്ക് എന്താ എഴുതി വെക്കേണ്ടതെന്ന് യാതൊരു പിടിയില്ല, അതുപോലെ തന്നെ പഠിക്കാനും തോന്നുന്നില്ല. അതൊരു സ്ട്രെസ് ആയിട്ട് രൂപപ്പെടും അല്ലെ? അങ്ങനെ സ്ട്രെസ് ആയിട്ട് രൂപപ്പെട്ടിട്ട് നമ്മൾ പഠിക്കുകയില്ല, അതുപോലെ തന്നെ ഓവറായിട്ട് തിങ്ക് ചെയ്ത് സ്ട്രെസ്ഡ് ആയിട്ട് നമ്മൾ കിടന്നുറങ്ങാനും സാധിക്കാത്തൊരവസ്ഥ വരും. അതൊക്കെ നമ്മുടെ ആ ഒരു ഉറക്കത്തിന് നഷ്ടപ്പെടുത്തും. ഉറക്കം നഷ്ടപ്പെടുത്തുകയും നമുക്ക് ഉറക്കക്കുറവ് ഉണ്ടാവുകയും ചെയ്യും. നന്നായിട്ട് ഉറങ്ങിയില്ലെങ്കിൽ നമ്മൾ ആ അടുത്ത ദിവസം എന്ന് പറയുന്നത് വളരെ ശോചനീയമായിരിക്കും. ഭയങ്കരമായിട്ട് എനർജി ലോസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ അതൊക്കെ ഒരു സിംറ്റം ആയിട്ട് ഓർത്തിരിക്കുക, സ്ട്രെസ്സിന്റെ സിംറ്റം ആയിട്ട്. അതുപോലെ തന്നെ ചേഞ്ചസ് ഇൻ ലിബിഡോ എന്ന് പറയുന്നത് സ്ട്രെസ് കാരണം ഉണ്ടാകുന്നതാണ് കേട്ടോ. മെനി പീപ്പിൾ എക്സ്പീരിയൻസ് ചേഞ്ചസ് ഇൻ ദെയർ സെക്സ് ഡ്രൈവ്സ് ഡ്യൂറിങ് സ്ട്രെസ്ഫുൾ പീരിയഡ്സ്. One small study evaluated the stress levels of 30 women and then measured by observer while watching on erotic film. Those which have high levels of chronic stress experience less arousal compared to those with lower stress levels. അപ്പോൾ ഈ ചേഞ്ചസ് ഇൻ ലിബിഡോ എന്ന് പറയുന്നത് ലൈംഗികമായ ആരോഗ്യത്തിലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകാൻ അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതിന് ഈ ഒരു സ്ട്രെസ് കാരണം, ഓവർ സ്ട്രെസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് എന്താണ്, കുഞ്ഞിന് ഫെർട്ടിലിറ്റി ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് കുഞ്ഞുങ്ങൾ ഉണ്ടാവാത്ത അവസ്ഥ ഉണ്ടാവും. അതുപോലെ തന്നെ കൃത്യമായിട്ട് ഗർഭധാരണം ഒന്നും സാധിക്കാതെ വരുന്ന അവസ്ഥയൊക്കെ ഉണ്ട്. അപ്പോൾ ഓവർ സ്ട്രെസ് നമ്മളെ ഭയങ്കരമായിട്ട് അപകടത്തിലാക്കുന്ന ഒരു കാര്യമാണ് അത്. അതുപോലെ തന്നെ പീരിയഡ്സ് ലെവൽ അല്ലെങ്കിൽ പീരിയഡ്സ് ഒന്നും ഇറഗുലർ ആയിട്ട് വരിക, അതൊക്കെ നമ്മുടെ ഈ ഒരു
സ്ട്രെസ് കാരണം ഉണ്ടാവാറുണ്ട്. പിന്നെ ഡൈജസ്റ്റീവ് ഇഷ്യൂസ് നമുക്ക് ഉണ്ടാവാം, അതായത് ദഹനക്കുറവ് പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സ്ട്രെസ്സിന്റെ സിംറ്റം ആയിട്ട് വരാറുണ്ട്. അതെന്ന് പറയുന്നത് ഡൈജസ്റ്റീവ് പ്രോബ്ലം ലൈക്ക് ഡയറിയ ആൻഡ് കോൺസ്റ്റിപ്പേഷൻ can also be caused by a high level of stress. For example, one study looked at 2016-99 children and found the exposure of stressful events was associated with the increased risk of constipation. അപ്പൊ ഈ കോൺസ്റ്റിപ്പേഷനും അതുപോലെ തന്നെ ഡയറിയയും ഒക്കെ ഈ ഒരു എന്താ ദഹന പ്രശ്നങ്ങളായിട്ട് നമുക്ക് പറയാൻ സാധിക്കും അല്ലെ. ഇതൊരു ഡൈജസ്റ്റീവ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. അതായത് നമുക്ക് മലബന്ധം അനുഭവപ്പെടുക, അതുപോലെ തന്നെ ആ കാര്യങ്ങളൊക്കെ നമ്മളെ ഒരുപാട് ഡിസ്റ്റർബ് ചെയ്യും അല്ലെ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളും ഈ ഒരു സ്ട്രെസ്സിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്നുണ്ട് എന്നാണ് പറയാ. പല കുട്ടികൾ 2699 കുട്ടികളെ പരിശോധിച്ച ശേഷം അവർക്ക് സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഇവന്റ്സ് ഒക്കെ വരുമ്പോൾ അവർക്ക് മലബന്ധം ഉണ്ടാവാറുണ്ട് അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാറുണ്ടെന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ ആപ്റ്റിറ്റ്യൂഡ് ചേഞ്ചസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു എന്താണ് സ്ട്രെസ്സിന്റെ ഭാഗമായിട്ട് ഒരു സിംറ്റം ആയിട്ട് വരാറുണ്ട്. ചേഞ്ചസ് ഇൻ ആപ്റ്റിറ്റ്യൂഡ് ആർ കോമൺ ഡ്യൂറിങ് ടൈംസ് ഓഫ് സ്ട്രെസ്. When they feel stressed out, you may find yourself either with no aptitude at all, the reversible riding and refrigerator in the middle of the night. One study of college students found that 81% reported that they experienced changes in aptitude when they are stressed out. Of these, 62% has they increase in aptitude, while 38% experience in decrease. അപ്പോൾ ഈ ഒരു ആപ്റ്റിറ്റ്യൂഡ് ചേഞ്ചസ് നമ്മുടെ ഒരു സ്ട്രെസ്സിന്റെ ഭാഗമായിട്ട് ഉണ്ടാവാറുണ്ട്. കോളേജ് സ്റ്റുഡൻസിലുള്ള പഠനത്തിൽ ഇത്തരത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, മാനസിക സമ്മർദ്ദങ്ങൾ ഒക്കെ അവരുടെ പഠനത്തെയും ഒക്കെ ബാധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഡിപ്രഷന് കാരണമാകുന്നതും ഈ സ്ട്രെസ്സിന്റെ ഒരു സിംറ്റം ആയിട്ട് പറയാൻ സാധിക്കും. ഡിപ്രഷൻ എന്ന് പറയുന്നത് എന്താണ്? വിഷാദമാണ് അല്ലെ. നമുക്ക് ഈ ഒരു ഗർഭത്തിന് ശേഷമുള്ള അല്ലെങ്കിൽ ഡെലിവറിക്ക് ശേഷമുള്ള ഒരു ഡിപ്രഷനും കാര്യങ്ങളൊക്കെ നമ്മൾക്ക് പരിചിതമായിരിക്കും. അതുപോലെ തന്നെ ഡിപ്രഷൻ എന്ന് പറയുന്നത് വളരെ അധികം ആളുകളെ വലയ്ക്കുന്ന ഒരു കാര്യമാണെന്നറിയാം. Some studies suggested that chronic stress may contribute to the development of depression. One study of 816 women with a major depression found that the onset of depression was significantly associated with the both acute and chronic stress. Another study found the high level of stress were associated with a higher level of depressive symptoms of 240 adolescents. അപ്പോൾ 816 വുമൻസിൽ നടത്തിയിട്ടുള്ള പഠനത്തിൽ സ്ട്രെസ് എന്ന് പറയുന്നത് ഡിപ്രഷന് കാരണമായിട്ടുണ്ടെന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം 240 അഡോൾസൻസിൽ നടത്തിയിട്ടുള്ള ഒരു സ്റ്റഡിയിലും ഈ ഒരു സ്ട്രെസ് എന്ന് പറയുന്നത് ഡിപ്രഷന് കാരണമായിട്ടുള്ള കാര്യമാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഡിപ്രഷൻ എന്ന് പറയുന്ന വിഷാദം സ്ട്രെസ് കാരണം ഉണ്ടാവുന്നതാണെന്ന് നമ്മൾക്കറിയാം. ഒരു പക്ഷേ നമുക്ക് എന്തെങ്കിലും രോഗം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡിപ്രഷനിൽ ഉൾപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് അല്ലെ. ഇപ്പം മാറാരോഗങ്ങൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഞാൻ കരകയറുമോ, ഞാൻ എങ്ങനെ ജീവിക്കും, എന്റെ മക്കൾ എന്ത് ചെയ്യും തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളെ കൊണ്ട് നമ്മൾ സ്ട്രെസ്ഡ് ആയിരിക്കും. ആ സ്ട്രെസ് എന്ന് പറയുന്നത് ഡിപ്രഷനിലേക്ക് എത്താനായിട്ടുള്ള കാരണമാകും. അപ്പൊ അതുകൊണ്ട് ഡിപ്രഷൻ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട കാരണമാണ് സ്ട്രെസ്, അല്ലെങ്കിൽ ഒരു സിംറ്റം ആയിട്ട് ഡിപ്രഷൻ, സ്ട്രെസ്സിന്റെ സിംറ്റം ആയിട്ട് നമുക്ക് ഡിപ്രഷനെ കാണാം. അതുപോലെ തന്നെ റാപ്പിഡ് ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നതും ഈ ഒരു സ്ട്രെസ്സിന്റെ കാരണമാണ്, അതിന്റെ ഒരു സിംറ്റം ആണ്. അതായത് ഇപ്പൊ നമ്മളൊരു പരീക്ഷ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ പഠിച്ചൊന്നും ഇല്ലെങ്കിൽ എന്താണ്, നമ്മൾ ഭയങ്കരമായിട്ട് ഹാർട്ട് ഇങ്ങനെ അടിക്കാൻ തുടങ്ങും അല്ലെ. അതെന്താണ്? സ്ട്രെസ് കാരണം നമുക്ക് ഉണ്ടാകുന്നതാണ്. ഞാൻ പഠിച്ചൊന്നും ഇല്ലാത്തില്ല, ഞാൻ മര്യാദയ്ക്ക് പഠിക്കണമായിരുന്നു, അങ്ങനെയുള്ള ചിന്തകളൊക്കെ നമ്മളെ ആ ഒരു സമയത്ത് അലട്ടാൻ തുടങ്ങും. അതൊക്കെ ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ് ഉണ്ടാക്കും. അതെന്താണ്? ഭയങ്കരമായിട്ട് പെട്ടെന്നുള്ള ഒരു ഹാർട്ട് ബീറ്റിന് കാരണമാകും. പടപടപടയെന്ന് ഇടിക്കാന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് അല്ലെ. ചങ്ക് പടപടാന്ന് ഇടിച്ചു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതുപോലെയാണ് റാപ്പിഡ് ഹാർട്ട് ബീറ്റ് എന്ന് പറയാം കേട്ടോ. അപ്പം one study measured heart rate recently in response of stressful and non-stressful events, finding that heart rate was significantly higher during stressful conditions. Stressful conditionൽ ഹാർട്ട് ഭയങ്കരമായിട്ട് ഇടിക്കുമെന്ന് നമ്മൾ പഠനം നടത്തി കണ്ടെത്തിയതാണ്. Another study in 133 teenagers found that undergoing of stressful tasks caused an increase in heart rate. അതുപോലെ തന്നെ 133 കുട്ടികളിൽ, അതായത് ടീനേജേഴ്സ് ആയിട്ടുള്ള ആളുകളിൽ ഇത്തരത്തിലുള്ള ഒരു ടീനേജേഴ്സിൽ നമ്മളൊരു പഠനം നടത്തിക്കുമ്പോൾ പട്ടപ്പെടാന്ന് നെഞ്ചിടിക്കുന്നത് അതെന്താണ്, ഒരു സ്ട്രെസ് ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് നെഞ്ചിടിക്കുന്ന ഒരു പ്രശ്നമായിട്ട് നമ്മൾ കാണാനായിട്ട് സാധിച്ചു. അപ്പൊ ഇതെന്താണ്, റാപ്പിഡ് ആയിട്ടുള്ള ഹാർട്ട് ബീറ്റ് നമുക്ക് പെട്ടെന്ന് സ്ട്രെസ് കാരണം ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പം എവിടെയെങ്കിലും കുട്ടികളായിരിക്കുമ്പോൾ
നമ്മളോട് ടീച്ചർ വന്ന് പഠിച്ചത് ഇപ്പൊ പഠിപ്പിച്ചത് എന്താണെന്ന് എഴുന്നേറ്റ് പറയാൻ പറയുമ്പോൾ നമ്മുടെ ചങ്കൊക്കെ പടപടാന്നിരിക്കും അല്ലെ. അപ്പൊ അതൊക്കെ എന്താണ്, നമ്മുടെ സ്ട്രെസ് കാരണമാണ്. സമ്മർദ്ദം ഉണ്ടായി, പെട്ടെന്നൊരു സമ്മർദ്ദം ഉണ്ടായി, നമ്മൾ വളരെ കളിച്ചിരിച്ച് വർത്താനൊക്കെ പറഞ്ഞ് അവിടെ ഇരിക്കുമായിരുന്നു. പെട്ടെന്ന് ടീച്ചർ വിളിച്ച് ഇപ്പൊ പഠിപ്പിച്ചത് പറയാൻ പറഞ്ഞപ്പോൾ നമ്മുടെ ചങ്ക് പടപടാന്നിരിച്ചു. അപ്പൊ അതൊക്കെ നമ്മൾ കണക്ട് ചെയ്തിട്ട് നമുക്ക് എക്സാമിന് ആൻസർ എഴുതാവേ. പിന്നെ സ്വെറ്റിങ്ങും ഈ ഒരു സ്ട്രെസ് കാരണം ഉണ്ടാവാറുണ്ട്. ഭയങ്കരമായിട്ട് നമുക്ക് സമ്മർദ്ദമുള്ളപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് വിയർക്കാറുണ്ട്. Exposed to stress may also cause the excess sweating. One small study looked at 20 people with palmar hyperhidrosis, a condition characterized by excess sweating in the hands, and the study assessed their rate of sweating throughout the day using a scale from 0 by 10. About stress and exercises both significantly increased the rate of sweating by 2 to 5 points in those where palmar hyperhidrosis and as well as in the control group. ഇപ്പൊ സ്വെറ്റിംഗ് എന്ന് പറയുന്നത് ചില ആളുകളിലൊക്കെ നമ്മൾ ഷേക്കാൻഡ് കൊടുക്കുമ്പോൾ നമുക്കറിയാം അല്ലെ, കൈ ഭയങ്കരമായിട്ട് വിയർത്തിരിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രെസ്, അതൊരു കണ്ടീഷനായിട്ട്, ഒരു ബോഡി കണ്ടീഷനായിട്ട് ഉണ്ടാവും. അതുപോലെ തന്നെ ചില ആളുകളൊക്കെ ഭയങ്കരമായിട്ട് സമ്മർദ്ദം അനുഭവപ്പെടുമ്പോൾ അവരുടെ കൈകളിലൊക്കെ ഭയങ്കരമായിട്ട് വേർക്കാറുണ്ട്. നീ എന്താ ഇങ്ങനെ വേർക്കുന്നതെന്നൊക്കെ നമ്മൾ ആളുകളോട് ചോദിക്കാറുണ്ട്. സിനിമകളിലൊക്കെ ചോദിച്ച് നമ്മൾ കണ്ടിട്ടുണ്ടാവും, നീ എന്താ ഇങ്ങനെ വേർക്കുന്നതെന്ന്. നമ്മൾ പെട്ടെന്നൊരു സമ്മർദ്ദമൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഇത്തരത്തിലുള്ള അമിതമായിട്ടുള്ള സ്വെറ്റിംഗ് ഒക്കെ ഉണ്ടാകുന്നത്. അപ്പൊ അതൊക്കെ കണക്ട് ചെയ്ത് പഠിക്കാം. പിന്നെ വരുന്നത് സോഴ്സസ് ഓഫ് സ്ട്രെസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പൊ നമ്മൾ സിംറ്റംസ് ഓഫ് സ്ട്രെസ് പറഞ്ഞു, കൃത്യമായിട്ടുള്ള സിംറ്റംസ് പറഞ്ഞു, അത് കൃത്യമായിട്ട് പഠിക്കണം, ഓർത്തിരിക്കണം. അത് എക്സാമിന് നമ്മൾ കൃത്യമായിട്ട് എഴുതി വെക്കുകയും കൂടെ ചെയ്യണേ. അതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റുകളാണ് അല്ലെങ്കിൽ ടോപ്പിക്കുകളാണ്. പിന്നെ സോഴ്സസ് ഓഫ് സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതാണ്. സോഴ്സസ് എന്തൊക്കെയാണെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ദ അമേരിക്കൻ സൈക്കോളജി അസോസിയേഷൻ റീസെന്റ് റിലേറ്റഡ് എ റിപ്പോർട്ട് ടൈറ്റിൽഡ് സ്ട്രെസ് ഇൻ അമേരിക്ക പ്ലേയിങ് വിത്ത് അവർ ഹെൽത്ത്. The report provides key statistics for understanding what forces contribute the most stress to our lives. Using the collected data, the APA found how stress affected different generations and the different ways generations manage their stress. Also included in the report are important facts about how emotional support affects stress levels. Top 4 sources of stress ഉണ്ട്. അപ്പം 4 സ്രോതസ്സുകൾ അല്ലെങ്കിൽ 4 സോഴ്സസ് ആണ് സ്ട്രെസ്സുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. ഏതൊക്കെയാണ്? മണി ഒന്നാണ് അല്ലെ. ഒന്നാമത്തെ കാര്യം, സ്ട്രെസ് ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട ഒരു സ്രോതസ് അല്ലെങ്കിൽ ഒരു കാരണമായിട്ട് നമ്മൾ പറയുന്നത് മണി തന്നെയാണ്. പണമില്ലാത്ത ആളുകൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ഇപ്പൊ അവരുടെ ദൈനംദിന ജീവിതത്തിന് അവർക്ക് പണമില്ലാത്ത അവസ്ഥ അവരെ സ്ട്രെസ്ഫുൾ ആക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ പഠനം, അതിനുള്ള ചെലവ് കണ്ടെത്താന്, ദൈനംദിനമായിട്ടുള്ള ഫുഡിന് വേണ്ടിയിട്ടുള്ള ചെലവ് കണ്ടെത്താൻ, ഇതൊക്കെ അവരുടെ സ്ട്രെസ്സിന് കാരണമാകും. അപ്പൊ ഈ സ്ട്രെസ് ഒക്കെ ഉണ്ടാകുന്നത് എന്താണ്? മണിയുമായിട്ട് ബേസ് ചെയ്താണ് അല്ലെ. അപ്പൊ മണി എന്ന് പറയുന്നത് ഒരു സ്ട്രെസ്സിന്റെ സ്രോതസ്സാണെന്ന് പറയാൻ സാധിക്കും. പിന്നെ വർക്ക് എന്ന് പറയുന്നതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. വർക്ക് പ്രഷർ നമുക്കുണ്ടാവും. അപ്പൊ എന്തെങ്കിലും ഒരു ജോലി ചെയ്യുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഒരു പെട്ടെന്ന് ഇപ്പം മാനേജർ ഒരു അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ അക്കൗണ്ട് കാര്യങ്ങൾ ചെക്ക് ചെയ്യാനോ, അല്ലെങ്കിൽ ഓവർ ടൈം ജോബ് ചെയ്യേണ്ടി വന്നാലൊക്കെ അത് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ലൈഫിന് കാരണമാകുകയും ചെയ്യും. വർക്ക് എന്ന് പറയുന്ന ഒരു സ്രോതസ് തന്നെയാണ്, ഒരു സോഴ്സ് ആണ്, സ്ട്രെസ്സിന്റെ ഒരു സോഴ്സ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും അല്ലെ. വർക്കിൽ ഈ ഒരു നേരത്തെ ചെല്ലുക, അതുപോലെ തന്നെ വർക്കെല്ലാം കൃത്യമായിട്ട് ചെയ്തു വെക്കുക, ഇതൊക്കെ നമുക്ക് സ്ട്രെസ് തരുന്ന ഒരു കാര്യമാണ്. ഓവർ വർക്ക് ഒക്കെ നമുക്ക് ലോഡ് ഉണ്ടാവും. പ്രൈവറ്റ് സെക്ടറിലൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് വർക്ക് ലോഡ് ഉണ്ടാവും. അതൊക്കെ കൃത്യമായിട്ട് ചെയ്തു തീർക്കാനൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ. അതൊക്കെ നമ്മൾ സ്ട്രെസ് ഉണ്ടാക്കും. പിന്നെ വരുന്നതാണ് ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും വരാറുണ്ട്. ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് നമ്മളെ സ്ട്രെസ്ഫുൾ ആക്കുന്ന ഒരു കാര്യമാണ് അല്ലെ. കുഞ്ഞുങ്ങളുടെ ചുമതല, അതുപോലെ തന്നെ പ്രായമായ മാതാപിതാക്കളുടെ ചുമതല, ഇതെല്ലാം നമ്മളെ സ്ട്രെസ് ആക്കും. നമ്മളെ ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ, അതൊക്കെ നമ്മളെ സ്ട്രെസ്ഫുൾ ആക്കുന്നതിന് കാരണമാകാറുണ്ട്. പിന്നെ ഹെൽത്ത് കൺസേൺസും നമ്മളെ സ്ട്രെസ്സിന് കാരണമാകുന്ന ഒരു സ്രോതസ്സാണ്. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു രോഗാവസ്ഥ ഉണ്ടെങ്കിൽ നമുക്കത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും അല്ലെ. നമ്മുടെ മാനസിക സമ്മർദ്ദം കൂട്ടാനായിട്ട് ഇത് കാരണമാകും. നമുക്ക് ഇങ്ങനെ ഈ രോഗത്തിൽ നിന്ന് ഞാൻ എങ്ങനെയാണ് കരകയറുക, അതുപോലെ തന്നെ ഈ രോഗം എങ്ങനെ ചികിത്സിച്ച് ഭേദമാക്കും, അതിനുള്ള പണമുണ്ടോ, തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മളെ സ്ട്രെസ്സിലായിട്ടും അല്ലെ. അപ്പൊ ഈ കാര്യങ്ങൾ 4 കാര്യങ്ങളാണ് സ്രോതസ്സുകൾ എന്ന് ഓർത്തിരിക്കുക, സ്ട്രെസ്സിന്റെ സോഴ്സസ് ഓർത്തിരിക്കുക, അത് കൃത്യമായിട്ട് പഠിച്ചിരിക്കുകയും കൂടെ ചെയ്യുക. മണി ദ റൂട്ട് ഓഫ് ഓൾ സ്ട്രെസ് എന്ന് പറയുന്നത് ആദ്യത്തെ കോൺസെപ്റ്റ് ആണ്. When respondents were asked how their stress over money has changed over the past year, 88% answered that their stress has either stayed the same or increased. So while some of the anxieties from the recession have subsided, the vast majority of Americans are still concerned about their finance have subsidies.
The vast majority of Americans are still concerned about their finance. The three most significant sources of money related stress were playing unexpected expense, playing for essentials, and saving for retirement. All four categories can be seen as being influenced by one another. For example, money concerns can influence decisions about health concerns, or work concerns can influence stress about family responsibilities. In fact, the APA states in their report that nearly 1 in 5 Americans say they have either considered keeping or skipping going to the doctor in the past year when they needed health care because of financial concerns. അപ്പോൾ നമുക്ക് എന്താണ് ഈ ഒരു മണി എന്ന് പറയുന്നത് എല്ലാത്തിനും എല്ലാ ഒരു പ്രശ്നങ്ങൾക്കുമായിട്ടുള്ള അല്ലെങ്കിൽ എല്ലാ സ്ട്രെസ്സിനും ഒരു റൂട്ടായിട്ട് കാണപ്പെടാറുണ്ട്. അതൊരു കാര്യം പറയുന്നുണ്ട് ഇവിടെ കൃത്യമായിട്ട്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഓർത്തിരിക്കുക. അമേരിക്കൻസിന്റെ ഒരു ഫിനാൻസ് കാര്യങ്ങളും ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ നമ്മൾ ഹെൽത്തിനെ കൺസേൺ ചെയ്യുന്നത് അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാതെ നമ്മൾ നോക്കേണ്ടത് പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ, ഒരു ആശുപത്രിയിലേക്ക് പോയി കഴിഞ്ഞാൽ എന്തോരം ചിലവ് വരുമെന്ന്. ആ ടെസ്റ്റ്, ഈ ടെസ്റ്റ് എന്ന് പറഞ്ഞ ഭയങ്കരമായിട്ടുള്ള ചിലവുകളാണ്. പല മിഡിൽ ക്ലാസ്സിലുള്ള ആളുകളും പരമാവധി ഈ ഒരു ഹെൽത്തിൽ അല്ലെങ്കിൽ ആശുപത്രിയിലേക്ക് പോകാതിരിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. കാരണം ഈ ഒരു ചിലവുകളെ പേടിച്ച്. പക്ഷേ ആ ഒരു ചിലവുകൾ ഓർത്ത് പേടിക്കാതെ കൃത്യമായിട്ടുള്ള ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള നിർണയ ടെസ്റ്റുകൾ നടത്താനും ഒക്കെ നമ്മുടെ ഗവൺമെന്റ് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നൽകുന്നുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ പ്രായക്തമാക്കാം. അപ്പൊ അതൊക്കെ ഉപയോഗിക്കാം. അതുപോലെ തന്നെ മണി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ സ്ട്രെസ്സിന് കാരണമാകുന്ന കാര്യം തന്നെയാണെന്ന് പറയാം. അത് ജോലി കിട്ടാത്ത അവസ്ഥ. ജോലി കിട്ടുന്നത് എന്തിനു വേണ്ടിയാണ്? നമുക്ക് പണമില്ലാത്ത ഒരു അവസ്ഥയിലാണല്ലേ നമ്മൾ ജോലിക്ക് വേണ്ടി ഒരുപാട് ആഗ്രഹിക്കുന്നത്. അപ്പൊ അതെല്ലാ കാര്യങ്ങളും, ജോലി കിട്ടാത്തതിനുള്ള സ്ട്രെസ്, അതുപോലെ തന്നെ ഒരുപാട് ചികിത്സിക്കാൻ പറ്റാത്തതിനുള്ള ഒരു സ്ട്രെസ്, കാര്യങ്ങളൊക്കെ എല്ലാ സ്ട്രെസ്സും മണിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അതുപോലെ തന്നെ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇവിടെ പറയുന്നിട്ടുണ്ട്. ഇറ്റ് മൈറ്റ് സീം ഒബ്വിയസ് ദാറ്റ് ഡിഫറെന്റ് ജനറേഷൻസ് വുഡ് have different stresses due to their sections in life, but viewing stress through the prism of generations allow for a clear picture of future of stress and stress management. The APA report highlights the divide between the generations using statistics about money stress. Money is the somewhat of very significant source of stress for the majority of Americans, but even more so for parents ആൻഡ് ജെൻ എക്സസ്. അപ്പോൾ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്ട്രെസ്സിന് കാരണമാകുന്ന ഒരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമുക്കറിയാം ഒരുപാട് ഒരു കാലവ്യത്യാസം മക്കളുടെ ഇടയിലും അതുപോലെ തന്നെ അച്ഛനമ്മമാരുടെ ഇടയിലുമുള്ള ഒരുപാട് കാലവ്യത്യാസം അല്ലെങ്കിൽ ജനറേഷൻ ഗ്യാപ്പ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് കാരണമായിട്ടുണ്ട് അല്ലേ? സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും പ്രായമുള്ള ആളുകൾ കുട്ടികളെ ഒരുപാട് നിയന്ത്രിക്കാറുണ്ട്. അപ്പൊ ആ നിയന്ത്രണം നമുക്ക് അവരിൽ സ്ട്രെസ് ഉണ്ടാകുന്നതിന് കാരണമാകാറുണ്ട്. ഇപ്പൊ ഇതെല്ലാം ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്ന ഒരു സ്ട്രെസ്സിന് കാരണമാകുന്ന ഒരു കാര്യമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ the effects of stress എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. Each person stress and how it's affect them in unique to them, that the ways of dealing with the mounting stress vary greatly. The top 3 symptoms of stress reported were the effects of symptoms ആണ് പറയുന്നത്. ഇറിറ്റബിൾ, ആംഗ്രി, നെർവസ്, ആൻസൈറ്റി ആൻഡ് ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ്, മോട്ടിവേഷൻ. All their symptoms can lead to negative consequences at home, on job, or one's life. With 75% of Americans experiencing symptom of stress in the past month, it is worrisome. The sizable number of Americans say that they engage in unhealthy behavior because of stress, such as lying awake at night or eating too much. അപ്പോൾ ഈ ഒരു സ്ട്രെസ്സിന്റെ എഫക്ട്സും കാര്യങ്ങളും പറയുന്നത് എന്താണ്? നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു ഇറിറ്റബിളും അതുപോലെ തന്നെ ആംഗ്രി, നെർവസ് ആവുക, അതുപോലെ തന്നെ ഉത്കണ്ഠാകുലരാവുക, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ്, മോട്ടിവേഷനും ഒക്കെ ഇല്ലാതാവുക, അത് ലാക്ക് ആവുക, അതൊക്കെ നമ്മുടെ സ്ട്രെസ്സിന്റെ എഫക്റ്റ് ആയിട്ട് പറയാൻ സാധിക്കും അല്ലെ? ഇങ്ങനെ സ്ട്രെസ് ഉള്ളവർക്ക് ഭയങ്കരമായിട്ട് എനർജി കുറവായിരിക്കും, അതുപോലെ തന്നെ അവർക്ക് ഭയങ്കരമായിട്ട് ഉത്കണ്ഠ ഒക്കെ ഉണ്ടാവും, അതുപോലെ തന്നെ അവർക്ക് ഭയങ്കരമായിട്ട് ദേഷ്യമൊക്കെ ആയിരിക്കും. അതൊക്കെ ഇതിന്റെ സ്ട്രെസ്സിന്റെ കാരണങ്ങളാണ്, ഇതിന്റെ എഫക്റ്റ് ആയിട്ട് വരാറുണ്ട്. അപ്പൊ ഇത് ഒരുപാട് അമേരിക്കൻസിനെയാണ് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ഒരുപാട് അമേരിക്കൻസിനെ ബാധിക്കാറുണ്ട്. അവര് രാത്രിയിൽ അല്ലെങ്കിൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുകയും അവർക്ക് ഉറക്കമില്ലാത്ത അവസ്ഥ വരികയും അതുപോലെ തന്നെ ഈ ഒരു ഈറ്റിംഗ് ഒരു ഹാബിറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യും. അതായത് എന്തെങ്കിലും സ്ട്രെസ് ഒക്കെ വരുമ്പോൾ ഓവർ ഈറ്റ് ചെയ്യുക, ഈറ്റിംഗ് ഡിസോർഡർ എന്നൊക്കെ നമ്മൾ അതിനെ പറയും. ഓവർ ഈറ്റിംഗ് ഒക്കെ ചെയ്ത് ആ ഒരു സ്ട്രെസ് മാനേജ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അതൊക്കെ അവരുടെ ഹെൽത്തിനെ വളരെ മോശമായിട്ട് ബാധിക്കാറുണ്ട്. അതുപോലെ തന്നെ മാനേജിങ് സ്ട്രെസ് എന്ന് പറയുന്നതും ഒരു കോൺസെപ്റ്റ് തന്നെയാണ്. നമ്മൾ സ്ട്രെസ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവാൻ സാധ്യതയുള്ള ഒന്നാണ്. പക്ഷെ അത് എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ ജീവിത വിജയം
നമുക്ക് നേടാൻ സാധിക്കുക. അപ്പോൾ മാനേജ് ചെയ്യാനുള്ള കാര്യങ്ങളെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. വിതൗട്ട് എ പ്രോപ്പർ സപ്പോർട്ട് സിസ്റ്റം ഇൻ പ്ലേസ്, people often turn unhealthy techniques to manage their stress, particularly mildness and high money stress. For example, of all Americans, 38% say that stuff of interest of managed stress, while 67% of millennials say the same. For eating to deal with the stress, the breakdown in 23% of to 41% respectively. Alcohol use for stress management is nearly doubted in 12% for all Americans and 25% of. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ട്രെസ് എങ്ങനെ മാനേജ് ചെയ്യുന്ന സ്ട്രെസ് മാനേജ് ചെയ്യാനായിട്ട് അൺഹെൽത്തി ആയിട്ടുള്ള ഹാബിറ്റ്സ് നമുക്ക് ഫോളോ ചെയ്യാം, അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഹാബിറ്റ്സ് നമുക്ക് ഫോളോ ചെയ്യാം. ഈ മാനേജ് സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മൾ അൺഹെൽത്തി ആയിട്ടുള്ള ചില സ്ട്രെസ് മാനേജ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങളാണ് ഓവറായിട്ട് ഈറ്റ് ചെയ്യുക, ഓവറായിട്ട് മധുരം കഴിക്കുക, അല്ലെങ്കിൽ ഫുഡ് കഴിച്ച് വയറ് നിറച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് താൽക്കാലികമായിട്ട് സന്തോഷം കിട്ടും അല്ലെ, ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ കഴിച്ച് കഴിയുമ്പോൾ. അപ്പൊ അത് പക്ഷെ എന്താണ്, ഓവറായിട്ട് അങ്ങനെ ഭക്ഷണം കഴിച്ച് നമ്മൾ സംതൃപ്തി അടയാൻ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അത് ആഫ്റ്റർ എഫക്ട് നമുക്ക് ചെയ്യും. ഒരുപാട് ഷുഗർ, പ്രഷർ പോലെയുള്ള സാധനങ്ങൾ ഉണ്ടാവും, കൊളസ്ട്രോൾ ഉണ്ടാവും, അതുപോലെ തന്നെ ഭയങ്കര ഓവർ വണ്ണം നമുക്ക് ഉണ്ടാവാനൊക്കെ ഇത് കാരണമാകും. അപ്പൊ അതെന്ന് പറയുന്നത് ഈ ഫുഡ് കഴിച്ച് നമ്മൾ സ്ട്രെസ് മാനേജ് ചെയ്യുന്നത് അൺഹെൽത്തി ആയിട്ടുള്ള കാര്യമാണ്, അത് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ചില ആളുകൾ ബ്രേക്ക് ഡൗൺ ഒക്കെ കാര്യങ്ങളൊക്കെ ആയി കഴിയുമ്പോൾ, ബ്രേക്കപ്പ് ഒക്കെ ആയി കഴിയുമ്പോൾ അവരെന്താണ് ആൽക്കഹോൾ ഒക്കെ കഴിച്ച്, അല്ലെങ്കിൽ അവർ മദ്യത്തിനും മയക്കുമരുന്നിനും പുകവലിക്കും ഒക്കെ അടിമപ്പെടാനായിട്ട് തുടങ്ങും. അങ്ങനെ അവര് ജീവിതത്തിൽ ഒരു സമാധാന സന്തോഷം കണ്ടെത്താനായിട്ട് ശ്രമിക്കും. പക്ഷെ അതും എന്താണ്, നമ്മുടെ ആരോഗ്യം വളരെയധികം മോശമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണെന്ന് അറിയാം അല്ലെ. ഒരുപാട് രീതിയിൽ ഒരുപാട് ആളുകൾ ഈ ഒരു ആൽക്കഹോൾ ഒക്കെ കഴിച്ച് അവരുടെ ജീവിതം പാഴാക്കി കളഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം അൺഹെൽത്തി ആയിട്ടുള്ള സ്ട്രെസ് മാനേജിങ് ടെക്നിക്സ് ആണെന്ന് ഓർത്തിരുന്നിട്ട് നമ്മൾ സ്ട്രെസ് മാനേജ് ചെയ്യാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ തന്നെ പറയുന്നുണ്ട്. എന്താണ്, നമുക്ക് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാം, നമ്മുടെ ചിന്തകളെ നമുക്ക് വേണേൽ മാറ്റാം അല്ലെ. ആൽക്കഹോൾ ഒക്കെ ഉപയോഗിക്കുന്നതിന് പകരം, അല്ലെങ്കിൽ ഓവർ ഈറ്റിങ്ങിന് പകരം നമുക്ക് വേണമെങ്കിൽ ജിമ്മിൽ പോയിട്ട് കുറച്ച് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ സ്ട്രെസ് മാനേജ് ചെയ്യാം. അതുപോലെ തന്നെ പാട്ട് കേൾക്കുക, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പഠിക്കാൻ പോവുക, ഇതൊക്കെ വഴി നമുക്ക് സ്ട്രെസ് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് സ്ട്രെസ് മാനേജ് ചെയ്യാനാണ് നമ്മൾ അധികം ശ്രമിക്കേണ്ടത്. അല്ലാതെ ഇത്തരത്തിലുള്ള ആരോഗ്യകരമല്ലാത്ത കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. അപ്പൊ അതാണ് സ്ട്രെസ് നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ നല്ല ജീവിത വിജയം ലഭിക്കുകയുള്ളൂ എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പിന്നെ അതർ സോഴ്സസ് എന്ന് പറയുന്നത് പേഴ്സണൽ റിലേഷൻഷിപ്സ് ആണ്. ഈ പേഴ്സണൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്, there are people in all of our lives in cause our stress. It could be a family member, an intimate partner, friend or co-worker. Toxic people are in all part of our lives, and the stress all experience from these relationship can affect physical and mental health. അപ്പോൾ ഈ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഈ ഒരു സ്ട്രെസ്സിന് കാരണമാകുന്ന ഒന്നാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടി അവളുടെ ലൈഫിലേക്ക് ടോക്സിക് ആയിട്ടുള്ള ഒരു പാർട്ണർ വരുവാണെങ്കിൽ എന്താണ്, അവളുടെ ലൈഫിനെ തന്നെ അത് ബാധിക്കുകയും അവളുടെ ചിന്തകളും അതുപോലെ തന്നെ അവളുടെ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള വൈബ്സും കാര്യങ്ങളെല്ലാം ഇല്ലാതാവുകയും അവൾ ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ആവാനുള്ള കാരണമുണ്ട്. അതുപോലെ തന്നെ ഈവൻ നമ്മൾ വിവാഹം കഴിച്ച് നമ്മുടെ വിവാഹത്തിൽ നമ്മുടെ പങ്കാളി എന്ന് പറയുന്നത് ഭയങ്കര ടോക്സിക് ആണ്, അവർ നമ്മുടെ ഇഷ്ടത്തിന് ഒന്നും ചെയ്യാനായിട്ട് അനുവദിക്കാത്ത ആളാണെങ്കിൽ അത് ഭയങ്കരമായിട്ട് നമ്മളിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. പിന്നെ വരുന്നത് എന്താണ്, ഈ ഒരു ടോക്സിക് ആയിട്ടുള്ള ആളുകൾ നമ്മുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടെങ്കിൽ അത് നമ്മളെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിലാഴ്ത്തും, അതൊരു സ്ട്രെസ്സിന് കാരണമാകും എന്നുള്ള കാര്യം പഠിക്കുക. പിന്നെ വരുന്ന ഒരു കാര്യമാണ് പാരന്റിങ് എന്ന് പറയുന്നത്. Parents are often faced with the managing busy schedules that include a job, household duties, and raising children. These demands result in parenting stress. High levels of parenting stress can be caused a parent to be harsh, negative, and authoritarian in their interactions with their children. Parenting stress can also decrease the quality of parent-child relationship. For example, you may not have open communication, so your child doesn't come to you for advice, or you and your child may argue often. അപ്പോൾ ഈ ഒരു പാരന്റിംഗ് എന്ന് പറയുന്നത് സ്ട്രെസ്സിന് കാരണമാവുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം പാരന്റ്സിന് എത്രത്തോളം ഇൻവോൾവ്മെന്റ് ഉണ്ടെന്ന്, ഒരു കുഞ്ഞിന്റെ വളർച്ചയിൽ പാരന്റ്സിന് എത്രത്തോളം ഇൻവോൾവ്മെന്റ് ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. നല്ല പാരന്റ്സിനായ ആളുകൾക്ക് മാത്രമേ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ വളർത്താനായിട്ട് സാധിക്കുള്ളൂ. അല്ലെങ്കിൽ എന്താണ്, കുട്ടികൾ നമ്മളോട് ഒരിക്കലും അറ്റാച്ച്മെന്റ് കാണിക്കില്ല. അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്തേക്ക് വരാനുള്ള സാധ്യത വളരെ കുറവാകും. അവർ കൂടുതൽ അവരുടെ പിയർ ഗ്രൂപ്പിനെയും അതുപോലെ തന്നെ
അവരുടെ ബോയ് ഫ്രണ്ട്സ്, ഗേൾ ഫ്രണ്ട്സ്, ആ ഒരു രീതിയിൽ അവര് ആശ്വാസം കണ്ടെത്താനായിട്ട് ശ്രമിക്കും. അപ്പൊ ആ രീതിയിൽ പാരന്റിംഗ് എന്ന് പറയുന്നത് വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അത് നമ്മളുടെ നല്ല രീതിയിൽ നല്ല പേരന്റ് ആണോ എന്നുള്ള ഒരു സംശയം നമ്മളുണ്ടെങ്കിൽ അതും ചിലപ്പോൾ നമ്മുടെ സ്ട്രെസ്സിന് കാരണമാകാറുണ്ട് അല്ലെ. ഞാൻ നല്ലൊരു പേരന്റ് ആണോ, എനിക്ക് നല്ല രീതിയിൽ എന്റെ കുഞ്ഞിനോടൊപ്പം സമയം ചെലവഴിക്കാൻ സാധിച്ചില്ല തുടങ്ങിയ ചിന്തകളൊക്കെ നമ്മളെ ചിലപ്പോൾ മാനസികമായിട്ട് തളർത്തും. അപ്പൊ ആ രീതിയിലുള്ള പാരന്റിംഗ് ഇഷ്യൂസ് അല്ലെങ്കിൽ സ്ട്രെസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് കുഞ്ഞുങ്ങളോട് കൂടുതൽ അടുപ്പം കാണിക്കാനും അതുപോലെ തന്നെ അവരുടെ കാര്യങ്ങളെല്ലാം കൂടുതൽ ഇൻവോൾവ് ആവാനും ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പാരന്റിംഗ് സ്ട്രെസ് കുറയ്ക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എല്ലായ്പ്പോഴും നമ്മുടെ സൊസൈറ്റിയിലുള്ള ഒരു കാര്യമാണ് കുഞ്ഞുങ്ങളെ വളർത്തേണ്ടത് അമ്മയുടെ ചുമതലയാണെന്നുള്ളൊരു കോൺസെപ്റ്റ്. അപ്പൊ അത് തീർത്തും ആ ഒരു പെൺകുട്ടികളിൽ അല്ലെങ്കിൽ ആ ഒരു അമ്മമാരിൽ കൂടുതലായിട്ട് പ്രഷർ ഉണ്ടാക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുക, പഠിപ്പിക്കുക, ലഞ്ച് ഉണ്ടാക്കി കൊടുക്കുക, അതുപോലെ തന്നെ അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതിനുള്ള എല്ലാ ഉത്തരവാദിത്വവും, അവരെ കെയർ ചെയ്യുക, അതുപോലെ തന്നെ വഴക്കുണ്ടായി കഴിഞ്ഞാൽ അത് പരിഹരിക്കുക തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അമ്മമാർ നിക്ഷിപ്തമാകുമ്പോൾ അത് ഭയങ്കര പാരന്റിംഗ് സ്ട്രെസ്സിന് കാരണമാകും. പ്രത്യേകിച്ച് നമുക്കറിയാം, ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞപ്പോൾ അത് ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യുന്ന അമ്മേനെയാണ്. പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ ഒക്കെ നമുക്കറിയാം. അപ്പൊ ആ ഒരു ഡിപ്രഷനും കാര്യങ്ങളൊക്കെ എപ്പോഴും സ്ത്രീകൾ സഹിച്ചുകൊണ്ടിരിക്കുന്നതിന് പകരം ആ ഒരു മെയിലായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ആൺകുട്ടികൾ അല്ലെങ്കിൽ ആ ഒരു ഭർത്താക്കന്മാരും കൂടെ അവരുടെ ആ ഒരു കുഞ്ഞുങ്ങളെ നോക്കാനും അവരുടെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടുള്ള തുല്യമായിട്ടുള്ള ഇടപെടലുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ആ ഒരു പാരന്റിംഗ് സ്ട്രെസ് കുറയ്ക്കുന്നതിന് കാരണമാകും. അപ്പൊ അതൊക്കെ നമുക്ക് ചെയ്യുന്നതിലൂടെ നമുക്ക് പാരന്റിംഗ് സ്ട്രെസ് കുറയ്ക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഡെയിലി ലൈഫ് ആൻഡ് ബിസിനസ് കാര്യങ്ങളും ഒക്കെ നമുക്ക് സ്ട്രെസ്സിന് കാരണമാകാറുണ്ട്. ഡേ ടു ഡേ സ്ട്രെസ്സസ് ആർ ഓവർ ഡെയിലി ഇന്നോവേഷൻസ് inconvenience. They include things like in placing keys, running late, and forgetting to bring an important item with you and leave that house. Usually there are just minor setbacks, but they become frequent. They become a source of anxiety affecting physical and or psychological health. അപ്പൊ ഇത് പറയുന്നത് ഡെയിലി ലൈഫിലുള്ള ഓരോ കാര്യങ്ങളും നമ്മളുടെ സ്ട്രെസ്സിന് കാരണമാകുന്ന സോഴ്സ് ആയിട്ട് എങ്ങനെ പരിണമിക്കും എന്നുള്ള കാര്യം നമ്മൾ പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഉണ്ടാവാറുണ്ട് അല്ലെ. എന്താണ്, നമുക്കിപ്പോ നമ്മൾ കീ എടുക്കാൻ മറന്നു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ കീ കാണുന്നില്ല. രാവിലെ നമ്മൾ തിരക്കിട്ട് ജോലിക്ക് പോകാൻ നോക്കുമ്പോൾ കീ കാണാത്തപ്പോൾ എന്തൊരു ബുദ്ധിമുട്ടായിരിക്കും അല്ലെ നമുക്ക്. അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഒരു ഹോസ്പിറ്റൽ കേസ് ഒക്കെ വരുമ്പോൾ നമ്മുടെ കീ വെച്ചെടുത്ത് കാണുന്നില്ല, ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ഒരുപാട് സ്ട്രെസ്ഡ് ആവും, എവിടെ വെച്ചെന്ന് ഓർക്കുന്നില്ല, പരിടത്ത് തപ്പിട്ട് കിട്ടുന്നില്ല. ഇതൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ആക്കുന്നതിന് ഒരു കാരണമാണ് അല്ലെ. നമുക്കെല്ലാം ഡെയിലി ലൈഫിൽ അനുഭവിച്ചിട്ടുള്ള കാര്യമായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പ്രധാനമായിട്ട് ജോലിക്കൊക്കെ പോവുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു ഇമ്പോർട്ടന്റ് കാര്യം നമ്മൾ വീട്ടിൽ മറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അതും ഭയങ്കര സ്ട്രെസ് ആയിരിക്കും. ഇന്ന് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ട ഒരു ബുക്കായിരുന്നു അല്ലെങ്കിൽ ഒരു ഫയലായിരുന്നു, അത് ഞാൻ വീട്ടിൽ വെച്ച് മറന്നുപോയി. അത് നമ്മുടെ മേലുദ്യോഗസ്ഥർ ചോദിക്കുമ്പോൾ അത് വീട്ടിൽ വെച്ച് മറന്നുപോയി എന്ന് പറയുമ്പോൾ എത്രത്തോളം ഭയങ്കരമായിട്ടുള്ള ഇറിറ്റേറ്റിംഗ് ഫീൽ നമുക്ക് തന്നെ ഉണ്ടാവും അല്ലെ. അപ്പൊ അതും നമ്മുടെ സ്ട്രെസ്സിന് കാരണമാകും. ഞാൻ അത് എടുത്തില്ലല്ലോ എന്നുള്ള ബുദ്ധിമുട്ട് നമ്മളിൽ ഉണ്ടാവും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എപ്പോഴും ലേറ്റ് ആയിട്ട് ഇപ്പം ഇറങ്ങാനായിട്ട് നമ്മൾ രാവിലെ ജോലിക്ക് പോകുമ്പോൾ ഒരു 9 മണിയാകുമ്പോൾ എത്തേണ്ട സ്ഥലമാണ്. പക്ഷെ നമ്മൾ ഒരു 8 വരെ 8:45 ആയിട്ട് നമ്മൾ ബ്ലോക്കിൽ അകപ്പെട്ട് നിൽക്കുകയാണ്, അല്ലെങ്കിൽ 9 മണിയായിട്ട് ബ്ലോക്കിൽ തന്നെയാണ് എന്നുള്ളെങ്കിൽ നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡ് ആവും അല്ലെ. പിന്നെ ചീറി പാഞ്ഞായിരിക്കും നമ്മൾ പോവുക ജോലിക്ക്. അപ്പൊ അതൊക്കെ നമ്മുടെ സ്ട്രെസ്സിന് കാരണമാകുന്ന കാര്യങ്ങളാണ്. ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ സ്ട്രെസ് അനുഭവപ്പെടുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പൊ ഇത്തരത്തിലുള്ള സ്ട്രെസ് കാര്യങ്ങളൊക്കെ ഇല്ലാതാക്കാനായിട്ട് നമ്മൾ എന്താണ്, സമയബന്ധിതമായിട്ട് കാര്യങ്ങൾ ചെയ്യണം എന്ന് തന്നെയാണ് പറയുക. കാരണം എപ്പോഴും നമ്മൾ കുറച്ച് നേരത്തെ നമ്മൾ തിരക്കിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണല്ലേ നമുക്ക് സ്ട്രെസ് കൂടുന്നത്. അപ്പൊ കുറച്ച് നേരത്തെ നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്ത് നേരത്തെ എഴുന്നേറ്റ് കാര്യങ്ങളെല്ലാം ചെയ്ത് നേരത്തെ ഒരുങ്ങി ജോലിക്ക് പോകാൻ നോക്കുമ്പോൾ കീ കിട്ടുന്നില്ലെങ്കിൽ നമുക്കൊന്ന് സമാധാനമായിട്ട് തിരയാനുള്ള സമയം ഉണ്ടാവും. അതുപോലെ തന്നെ ജോലിക്ക് എന്തൊക്കെയാണ് ആവശ്യം എന്നൊന്ന് നോക്കിയിട്ട് പോവാണെങ്കിൽ, ഞാൻ എല്ലാ കാര്യങ്ങളും എടുത്തോന്നൊക്കെ നോക്കിയിട്ട് പോവാണെങ്കിൽ എന്താണ്, അത് നമുക്ക് മറന്നു പോകാതിരിക്കാൻ, സാധനങ്ങളൊന്നും മറന്നു പോകാതിരിക്കാനുള്ള സാധനങ്ങളൊക്കെ മറന്നു പോകാതിരിക്കാനുള്ള സാധ്യത കൂടുതലാണ് അല്ലെ, കുറവാണ് അല്ലെ. അപ്പൊ സാധനങ്ങളൊക്കെ നമ്മൾ കൃത്യമായി എടുത്ത് വെച്ചിട്ടായിരിക്കും ജോലിക്ക് പോവാം. അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ നമുക്ക് നമ്മുടെ ടൈം മാനേജ്മെന്റിലൂടെ നമുക്ക് ആ സ്ട്രെസ് കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഡെയിലി ലൈഫിലെ സ്ട്രെസ് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇങ്ങനെ ഫ്രീക്വന്റ് ആയിട്ട് കീ കാണാതാവുക, അതുപോലെ തന്നെ സാധനങ്ങളൊക്കെ പറന്നു പോവുക, അതുപോലെ ജോലിക്ക് താമസിച്ചത്, ഇതെല്ലാം ഫ്രീക്വന്റ് ആയിട്ട് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നടക്കുകയാണെങ്കിൽ അത് സ്ട്രെസ്സിന് കാരണമാകുമെന്നാണ് പറയാം. പിന്നെ വരുന്ന ഒരു കാര്യമാണ് പേഴ്സണാലിറ്റി ആൻഡ് റിസോഴ്സസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. പേഴ്സണാലിറ്റി എങ്ങനെയാണ് ഒരു സ്ട്രെസ്സിന് കാരണമെന്ന് നോക്കാം. യുവർ പേഴ്സണാലിറ്റി ട്രൈസ് ആൻഡ് ദ റിസോഴ്സസ് യു ഹാവ് അവൈലബിലിറ്റി ടു യു ടൈറ്റ് ടു ദ all of the above and can be independent sources of stress as well. Extroverts, for example, tend to experience less stress in daily life, have greater social resources and buffer against stress. Perfectionists, and in other hand, may bring stress into themselves unnecessarily because of their existing standards, experiencing more negative mental and physical health consequences that those who merely
ഫോക്കസ് ഓൺ ഹൈ അച്ചീവ്മെന്റ്. അപ്പോൾ ഈ ഒരു എന്താണ് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ പേഴ്സൺസിന്റെ ഒരു പേഴ്സണാലിറ്റിയുടെ ഒക്കെ ഒരു കോൺസെപ്റ്റിൽ നമുക്ക് വേണമെങ്കിൽ സ്ട്രെസ് ഉണ്ടാകുന്നതിന് കാരണമാകും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രെസ്ഫുൾ ടാസ്കുകളൊക്കെ എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ആളുകൾക്ക് കുറച്ചുകൂടെ ചിലപ്പോൾ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ചില ആളുകൾക്ക് എന്താണ് ഇത്തരത്തില് പേഴ്സണാലിറ്റിയുടെ രീതിയിൽ സ്ട്രെസ് നമുക്ക് പല രീതിയിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. ഒന്നെങ്കിൽ സ്ട്രെസ് കുറയ്ക്കാനും അല്ലെങ്കിൽ സ്ട്രെസ് കൂടാതിരിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ പേഴ്സണാലിറ്റി, നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ കാണുന്നത്, അതുപോലെ തന്നെ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ജീവിത സന്ദർഭങ്ങളോട് പ്രതികരിക്കുന്നത്, അതനുസരിച്ചായിരിക്കും നമ്മുടെ സ്ട്രെസ് രൂപപ്പെടുക. അത് എന്തെങ്കിലും ഒരു കാര്യം, ഇപ്പൊ തൊഴിലില്ലായ്മയാണ് അല്ലെങ്കിൽ ഒരു പ്രശ്നം നമ്മുടെ മനസ്സിൽ ഉണ്ടാവുന്നെങ്കിൽ ഓക്കെ, ജോലി ചെയ്യാതെ ഞാൻ വീട്ടിലിരിക്കുന്നതുകൊണ്ട് കുറെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റും, എനിക്ക് മീ ടൈം കിട്ടും, എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റും. ജോലിക്ക് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ റഷ്ഡ് ആയിരിക്കും, കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ ചെയ്യാനിൽ നിന്ന് എനിക്ക് ഒരു എന്റെ മീ ടൈം എനിക്ക് കിട്ടില്ല. അങ്ങനെയുള്ള രീതിയിൽ പോസിറ്റീവായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ സ്ട്രെസ്സിനെ നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കും. അപ്പൊ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രെസ്സിന് കാരണമാകുന്ന ഒരു കാര്യമാണെന്ന് ഓർത്തിരിക്കാം. പിന്നെ വരുന്നത് ഫാക്ടേഴ്സ് ആണ് വരുന്നത്. ഫാക്ടേഴ്സ് നമ്മളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഫാക്ടേഴ്സ് ഓഫ് സ്ട്രെസ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഓർഗനൈസേഷൻ ഫാക്ടേഴ്സ് ഉണ്ട്. Individual factors എന്ന് പറയുന്നത്, let's start at the top. The first, the three sources of stress is individual might experience stressful commutes to work or the stressful couple of weeks helping at a work event, but those kinds of temporary individual stresses are not what we are looking at. Here we are looking for a deeper, longer term stress. Family stresses, marriage that are ending, issues like children and ailing parent. These are stressful situations that can employee really can't leave at home when he or she comes to work. Financial stress like the inability of pay bills or unexpected new demand on a person's cash flow might also be issue the disturbance of employees time at work. അപ്പൊ ഇതെന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സ് ആണ്. ഘടകങ്ങൾ, സ്ട്രെസ് ഉണ്ടാക്കുന്ന ഒരു ഘടകങ്ങളെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ പറയാം, ഇൻഡിവിജ്വൽ സ്ട്രെസ് നമ്മളെ ഒരു ഫാക്ടറാണ്. അതായത് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ വർക്ക് ചെയ്യുക, അതുപോലെ തന്നെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ജോലിക്കാർ അല്ലെങ്കിൽ ആ ഒരു മാനേജ്മെന്റ് സ്ട്രെസ്ഫുൾ ആണെങ്കിൽ, നമുക്ക് ഒരുപാട് വർക്ക് പ്രഷർ ഒക്കെ തരുന്നതാണെങ്കിൽ ആ ഒരു ജോലി ചെയ്യാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. അതുപോലെ തന്നെ ഫാമിലി സ്ട്രെസ് നമ്മളെ ഭയങ്കരമായിട്ട് ബാധിക്കാറുണ്ട്. ഫാമിലി കണ്ടീഷൻസ് മോശമാണെങ്കിൽ, ഭർത്താവിൽ നിന്നും കുഞ്ഞുങ്ങളിൽ നിന്നും വേണ്ട സപ്പോർട്ട് നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ അതും ഭയങ്കരമായിട്ട് നമ്മളെ ബുദ്ധിമുട്ടിലാഴ്ത്താറുണ്ട്. അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് നമ്മുടെ മണിയിലുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു പേയ്മെന്റ് ഒക്കെ നമുക്ക് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ചിലവുകൾ വരുവാണെങ്കിൽ നമുക്ക് അതും സ്ട്രെസ്സിന് കാരണമാവും അല്ലെ. നമ്മുടെ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള അവസരം നമുക്ക് ലഭിക്കില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ എന്താണ്, ഫാക്ടേഴ്സ് ഓഫ് സ്ട്രെസ്സിൽ ഉൾപ്പെടുന്നതാണ്. അത് ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സ് ആണ് കേട്ടോ. ഇനി വരുന്ന ഓർഗനൈസേഷണൽ ഫാക്ടേഴ്സ് ആണ്. ഓർഗനൈസേഷണൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ടാസ്ക് ഓർ റോൾ ഡിമാൻഡ്സ് ആണ്. ടാസ്ക് ഓർ റോൾ ഡിമാൻഡ്സ് എന്ന് പറയുന്നത് ദീസ് ആർ ഫാക്ടേഴ്സ് റിലേറ്റഡ് ടു എ പേഴ്സൺസ് റോൾ അറ്റ് വർക്ക്, ഇൻക്ലൂഡിംഗ് ദ ഡിസൈൻ ഓഫ് ദ പേഴ്സൺസ് ജോബ് ഓർ റൈറ്റിംഗ് കണ്ടീഷൻസ്. ആസ് സ്ട്രെയിറ്റ്ഫുൾ task demand might be a detailed weekly presentation to the company's senior term as success. A stressor role demand might be where a person is expected to achieve more in a set amount of time than is possible. But task of or role demands എന്ന് പറയുന്നത് ഈ ഒരു ഓർഗനൈസേഷൻ ഫാക്ടറിൽ വരുന്ന ഒരു സോഴ്സ് ആണ്, അല്ലെങ്കിൽ ഫാക്ടർ ഓഫ് സ്ട്രെസ് ആണ്. അതുപോലെ തന്നെ ഇന്റർപേഴ്സണൽ ഡിമാൻഡ്സും ഓർഗനൈസേഷണൽ സ്ട്രക്ചറും ഓർഗനൈസേഷണൽ ലീഡർഷിപ്പും അതുപോലെ തന്നെ ഓർഗനൈസേഷണൽ ലൈഫ് സ്റ്റേജും ഒക്കെ ഈ ഒരു ഓർഗനൈസേഷണൽ ഫാക്ടേഴ്സിൽ വരുന്നതാണ് കേട്ടോ. സ്ട്രെസ് ഉണ്ടാക്കുന്ന ഓർഗനൈസേഷണൽ ഫാക്ടേഴ്സിൽ വരുന്നതാണ് ഇന്റർപേഴ്സണൽ ഡിമാൻഡ്സ്, അതുപോലെ തന്നെ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ദിസ് റിഫേഴ്സ് ടു ദ ലെവൽ ഓഫ് ഡിഫറൻഷിയേറ്റ് വിത്തിൻ ആൻ ഓർഗനൈസേഷൻ, ദ ഡിഗ്രി ഓഫ് റൂളേഴ്സ് ആൻഡ് റെഗുലേഷൻസ് ആൻഡ് വെയർ ഡിസിഷൻസ് ആർ മെയ്ഡ്. അപ്പോൾ ഈ ഒരു നമ്മുടെ നിയമ മേഖലയിലുള്ള ഓർഗനൈസേഷൻസിലുള്ള ചില കാര്യങ്ങളെല്ലാം നമ്മുടെ സ്ട്രെസ് ഉണ്ടാക്കുന്നതിന് കാരണമാകും. ചില നിയമങ്ങളും നടപടിക്രമങ്ങളും ഒക്കെ നമ്മളിൽ സ്ട്രെസ് ഉണ്ടാക്കാറുണ്ട്. അതുപോലെ തന്നെ ലീഡർഷിപ്പ്, ഓർഗനൈസേഷണൽ ലീഡർഷിപ്പ് നമുക്ക് സ്ട്രെസ്ഫുൾ ആക്കാറുണ്ട്. അതുപോലെ തന്നെ ഓർഗനൈസേഷൻ ലൈഫ് സ്റ്റേജ് നമ്മൾക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മുടെ ഗ്രോത്ത് സർക്കിൾ അല്ലെങ്കിൽ നമ്മുടെ സൈക്കിളൊക്കെ നമ്മുടെ ബർത്ത്, ഗ്രോത്ത്, മെച്യൂരിറ്റി, ഡെഡ് ലൈൻ, ഇതൊക്കെ ഡിക്ലൈൻ ഒക്കെ നമ്മുടെ ഓർഗനൈസേഷൻ ലൈഫ് സ്റ്റൈലാണ്. അതായത് കൃത്യസമയത്ത് നമുക്ക് ജോലി ലഭിക്കാത്ത അവസ്ഥ, കൃത്യസമയത്ത് മാരേജ് നടക്കാത്ത അവസ്ഥ, ഇതൊക്കെ നമ്മളുടെ സ്ട്രെസ്സിൽ ഉണ്ടാക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ ആ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി നമുക്ക് വേണമെങ്കിൽ എഴുതാൻ സാധിക്കും. ഇനി എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഫൈനലി there are environmental sources of stress. The economy may be
in a downturn, creating uncertainty for job features and bank accounts. There may be political unrest or change, creating stress. Finally, technology can cause stress, and new developments are constantly making employees' skills obsolete, and workers fear they will be replaced by a machine, and that can be do the same. Employees are also often expected to stay concerned to the workplace 24/7 because technology allows it. അപ്പോൾ ഈ ഒരു എന്താണ് ടെക്നോളജി കോസ് സ്ട്രെസ് എന്ന് പറയുന്നത് നമുക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അല്ലെ. എംപ്ലോയി സ്കിൽസിനെയും ഒക്കെ നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ കൊറോണ ഒക്കെ ടൈമിൽ വരുവാണെങ്കിൽ കൊറോണ ടൈമിലൊക്കെ നമ്മൾ വർക്ക് ഫ്രം ഹോം ഒക്കെ എടുക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം ജോലി വീട്ടിലിരുന്ന് ചെയ്യേണ്ട ഒരു അവസ്ഥയൊക്കെ വന്നു. അപ്പൊ എൻവയോൺമെന്റൽ സ്ട്രെസ് എന്ന് പറയുന്നത്, എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മളെ ഒരുപാട് ബാധിക്കാറുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള ബാങ്ക് അക്കൗണ്ട്സിന്റെ കാര്യത്തിലും അതുപോലെ തന്നെ അൺനെസസറി ആയിട്ടുള്ള അൺസർട്ടൻലി ജോബ് ഫ്യൂച്ചേഴ്സും കാര്യങ്ങളും എല്ലാം നമ്മളെ ഒരുപാട് ബാധിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് നമ്മളെ ഒരുപാട് ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടെക്നോളജിയിലുള്ള വ്യത്യാസങ്ങൾ നമ്മളെ ബാധിക്കാറുണ്ട്. അത് സ്ട്രെസ്സിന് കാരണമാകുന്നുണ്ടെന്ന് ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ ഇൻഡിവിജ്വൽ ഡിഫറൻസസിന്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എന്ന് പറയുന്നത് ദോസ് ആർ ദ സോഴ്സസ് ഓഫ് സ്ട്രെസ്സസ്, but difference within the individual determine whether that stress will be positive or negative. Those individual difference include perception. This is what moderates individual relationship to the stressor. For instance, one person might see the potential layoff as a stressful situation, while another person might see the same layoff as an opportunity for the nice services package and the opportunity to start a new business. അപ്പോൾ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എങ്ങനെയാണ് ഒരു സ്ട്രെസ്സിന് മാനേജ് ചെയ്യുന്നതിന് കാരണം, അല്ലെങ്കിൽ സ്ട്രെസ്സിന്റെ ഒരു സോഴ്സ് ആവുന്നതെന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. സ്ട്രെസ്സിന് ഫാക്ടർ ആവുന്നത് അത് പെർസെപ്ഷനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും, നമ്മുടെ വീക്ഷണത്തെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഒരു ജോലി നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കാം. അപ്പൊ അങ്ങനെ ജോലി നഷ്ടപ്പെട്ട് ഇരിക്കുകയാണെങ്കിൽ രണ്ട് ടൈപ്പ് ആളുകളുടെ ജോലി നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. ഒരു ടൈപ്പിലെ ആളുകൾ എന്ന് പറയാം അത് അവരുടെ ജീവിത അവസാനമായിട്ട് വരെ അവർ കണക്കാക്കാവുന്നുണ്ട് അല്ലെ. എന്താ വെച്ചാൽ ഒരു ജോലി നഷ്ടപ്പെട്ടു, ഇനി എനിക്ക് ആര് ജോലി തരും, അതുപോലെ തന്നെ എനിക്ക് വേറൊരു കമ്പനി ജോലി കിട്ടുമോ തുടങ്ങിയ കാര്യങ്ങൾ, ഇനി എന്റെ കാര്യങ്ങൾ എങ്ങനെ നടക്കും തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഓർത്ത് അവർ ഓവർ സ്ട്രെസ്ഡ് ആവാറുണ്ട്. പക്ഷെ വേറെ ചില ആളുകൾക്ക് എന്താണ് ആ ഒരു ജോലി നഷ്ടപ്പെടൽ എന്ന് പറയുന്നത് പുതിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് അവരുടെ മുന്നിൽ തെളിഞ്ഞു വരും. കാരണം ഇനി ഒരു പുതിയ ജോബ് അന്വേഷിക്കാനായിട്ട്, പുതിയ സാലറിയുള്ള നല്ലൊരു ഇഷ്ടപ്പെട്ട ജോബ് വേറെ അന്വേഷിക്കാനും, അതുപോലെ തന്നെ ഒരു പുതിയ ബിസിനസ് ഒക്കെ തുടങ്ങാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് വേണമെങ്കിൽ അവർക്ക് ഫസ്റ്റ് ടൈപ്പ് ഉള്ള ആളുകൾക്ക്, സെക്കൻഡ് ടൈപ്പ് ആളുകൾക്ക് അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഫീൽ ചെയ്യും. അപ്പൊ രണ്ട് രീതിയിൽ പെർസെപ്ഷൻസ് ഉണ്ട്. ഒരാൾക്ക് ഒരു ജോലി നഷ്ടം എന്ന് പറയുന്നത് അയാൾക്ക് അത് വേദനാജനകമാണെങ്കിൽ മറ്റേ ആൾക്ക് അതൊരു പുതിയ ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് പറയാ സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മളെ അടിസ്ഥാനപ്പെടുത്തി നിലനിൽക്കുന്നത്. നമുക്ക് എത്രത്തോളം സ്ട്രെസ് അനുഭവിക്കണം, നമുക്ക് എത്രത്തോളം സ്ട്രെസ്സിൽ നിന്ന് ഓവർകം ആവാൻ സാധിക്കും, ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചാണ് നിലനിൽക്കുന്നത് കേട്ടോ. ആർക്കും അതിലൊരു കൈ കടത്താനുള്ള അവകാശമില്ല. കാരണം നമ്മൾ വളരെ പോസിറ്റീവായിട്ട് നിലനിൽക്കുകയാണെങ്കിൽ എല്ലാ സ്ട്രെസ്സിൽ നിന്നും നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും. സ്ട്രെസ് ഒന്നുമില്ലാതെ നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കും. അതുപോലെ തന്നെ ജോബ് എക്സ്പീരിയൻസസ് എന്ന് പറയുന്നതും ഈ ഒരു ഇൻഡിവിജ്വൽ ഡിഫറൻസ് അടിസ്ഥാനപ്പെടുത്തി നിലനിൽക്കുന്നുണ്ട്. ബിക്കോസ് സ്ട്രെസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ടേൺ ഓവർ, ഇറ്റ് വുഡ് സ്റ്റാൻഡ് ടു റീസൺ that those employees with a long tenure are the most stress resistant to be bunch. അപ്പോൾ ജോബ് എക്സ്പീരിയൻസസും നമ്മളുടെ ഒരു സ്ട്രെസ്സിന് കാരണമാകാറുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ സപ്പോർട്ടും. Co-workers, especially those who were creating a considered to be a friends, can help protect a fellow employee against the effect of stress. അതും എന്ന് പറയുന്നത് സോഷ്യൽ സപ്പോർട്ട് ആണ് കേട്ടോ. സോഷ്യൽ സപ്പോർട്ട് നമ്മുടെ സ്ട്രെസ്സിന് കാരണം. അതായത് നമ്മുടെ co-workers നമ്മളോട് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ മെന്റാലിറ്റി ആണ്, നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുമെങ്കിലൊക്കെ നമുക്ക് എന്താണ് അത് നമ്മുടെ ഒരു ജോബ് ഇതൊരു നമ്മുടെ സോഷ്യൽ സപ്പോർട്ടായിട്ട് നിൽക്കും. അപ്പൊ അത്തരത്തില് നമ്മുടെ കൊളീഗ്സ് ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും, നമ്മൾ കൂടുതൽ സ്ട്രെസ് ഫ്രീ ആയിരിക്കും. പക്ഷെ നമ്മുടെ കൊളീഗ്സ് ഒക്കെ നമുക്ക് പാര വെക്കുന്ന ആളുകളാണെങ്കിൽ എന്താണ് നമ്മുടെ ആ ഒരു സന്തോഷം പോകും അല്ലെ, അതൊരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ലൈഫായി തീരും. അപ്പൊ അതൊന്ന് ഓർത്തിരിക്കാം. പിന്നെ ബിലീവ് ഇൻ ലോക്സ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്ന ഒരു കാര്യമാണ്. ദോസ് ഹാവ് എ ഹൈ ഇന്റേണൽ ലോക്സ് ഓഫ് കൺട്രോൾ are unspringly not the affected by stress as those who feel they are not in control. അപ്പോൾ ഈ ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസും അതുപോലെ തന്നെ നമ്മളെ ഒരുപാട് ബാധിക്കാറുണ്ട്. അതായത് നമ്മൾ ഒരാളുടെ കൺട്രോളിലാണ് എന്നുള്ള ചിന്ത നമ്മളെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിലാഴ്ത്താറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നല്ല രീതിയിലാണ് ഓക്കെ ആണെന്നുള്ള ചിന്തയാണെങ്കിൽ നമ്മളത്
നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിനും അത് സഹായകരമാവും. അതുപോലെ തന്നെ സെൽഫ് എഫിഷ്യൻസി എന്ന് പറയുന്നതും ഈ ഒരു ഇൻഡിവിജ്വൽ ഡിഫറൻസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ്. സെൽഫ് എഫിഷ്യൻസി ഈസ് ആൻ ഇൻഡിവിജ്വൽ ബിലീവ് ദാറ്റ് ഹി ഓർ ഷീ ക്യാൻ complete a task. Research shows the employees who have strong level of self-efficiency are more resistant to the effect of stress. അപ്പോൾ സെൽഫ് എഫിഷ്യൻസി എന്ന് പറയുന്നതും അത് ഇൻഡിവിജ്വൽ ആയിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്നതാണ് അല്ലെ. പല ആളുകളുടെയും സെൽഫ് എഫിഷ്യൻസി എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് സെൽഫ് എഫിഷ്യൻസി ഉള്ള ആളാണെങ്കിൽ എന്റെ ഒപ്പം ഉള്ള ആളെന്ന് പറയുന്നത് കുറച്ച് ചിലപ്പം സെൽഫ് എഫിഷ്യൻസി കുറവുള്ള ആളായിരിക്കും. എന്നെ കൊണ്ട് അത് ചെയ്യാൻ സാധിക്കും, എന്നെ കൊണ്ട് അത് പറ്റും, എന്നെ കൊണ്ട് ഇത്ര നേരത്തിനുള്ളിൽ അത് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഉറച്ച വിശ്വാസമാണ് നമ്മൾ സെൽഫ് എഫിഷ്യൻസി കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ അതെന്ന് പറയുന്നത് നമ്മുടെ തന്നെ ഗ്രോത്തിനെ സഹായിക്കുന്ന ഒരു കാര്യമാണ്, അത് ഓർക്കുക. അതുപോലെ തന്നെ ഹോസ്റ്റിലിറ്റി എന്ന് പറയുന്നതും ഒരു കോൺസെപ്റ്റ് ആണ്, അത് ഇൻഡിവിജ്വൽ ഡിഫറൻസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. സം എംപ്ലോയീസ് ക്യാരി അറൌണ്ട് ദ ഹൈ ലെവൽ ഓഫ് ഹോസ്റ്റിലിറ്റി ആസ് എ പാർട്ട് ഓഫ് their personalities and they are often suspicious and distrustful for their co-workers. These personally traits make a person more susceptible to stress. അപ്പോൾ ആ ഒരു ഹോസ്റ്റിലിറ്റി എന്ന് പറയുന്ന കാര്യം കൂടെ ഉൾപ്പെടുത്തി വേണം നമുക്ക് എക്സാമിന് ആൻസർ എഴുതാനായിട്ട്. അപ്പൊ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രെസ്സിനെ എത്ര ബാധിക്കുന്നു നമ്മൾ പറഞ്ഞു. സ്ട്രെസ്സിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എന്ന് പറയുന്നത്. അത് ഏതൊക്കെ രീതിയിലാണ്? പെർസെപ്ഷണൽ രീതിയിൽ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഉണ്ട്, അതുപോലെ തന്നെ ജോബ് എക്സ്പീരിയൻസിൽ, സോഷ്യൽ സപ്പോർട്ടിൽ, അതുപോലെ തന്നെ ബിലീവ് ഇൻ ലോട്ട്സ് ഓഫ് കൺട്രോളിൽ, അതുപോലെ തന്നെ സെൽഫ് എഫിഷ്യൻസിയിലും ഹോസ്റ്റിലിറ്റിയിലും ഒക്കെ നമുക്ക് ഇൻഡിവിജ്വൽ ഡിഫറൻസ് കാണാൻ സാധിക്കും. ഇതെല്ലാം നമ്മുടെ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യുന്ന കാര്യമാണ്. അതുപോലെ തന്നെ മെഷറിംഗ് സ്ട്രെസ് ഇൻ ഹ്യൂമൻ ആണ്. അതായത് നമ്മളിൽ സ്ട്രെസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. എല്ലാ ആളുകളിലും മിക്ക ആളുകളിലും തന്നെ സ്ട്രെസ് ഉണ്ടാവും. ആ സ്ട്രെസ് നമ്മൾ എങ്ങനെ അളക്കുന്നു എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം സ്ട്രെസ് ഉണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ കണ്ടെത്തി അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ നമ്മൾ എടുക്കണം. അല്ലെങ്കിൽ ആ ഒരു സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ മാനസികാരോഗ്യത്തിനും ഒക്കെ വലിയ രീതിയിൽ പ്രത്യാഘാതങ്ങൾ ഏൽപ്പിക്കും. അപ്പൊ സ്ട്രെസ് സ്കെയിൽ എന്ന് പറയുന്നത് ഹൗ ടു മെഷർ സ്ട്രെസ് ലെവൽ ക്യാൻ ബി ഡൺ ഇൻ സെവറൽ വേസ്. ദ ഫസ്റ്റ് ടെസ്റ്റ് ദാറ്റ് ക്യാൻ ബി carried out in blood test that measures elevated markers of inflammation and stress hormones. These blood tests would include the amount of C-reactive protein അതുപോലെ തന്നെ other minimum of inflammatory markers. അപ്പൊ സ്ട്രെസ് സ്കെയിൽസ് എന്ന് പറയുന്നത് വലിയ രീതിയിൽ നമുക്ക് എന്താണ് നമ്മുടെ ആരോഗ്യം അല്ലെങ്കിൽ സ്ട്രെസ് മെഷർ ചെയ്യാനുള്ള ഒരു മാർഗമാണ് സ്ട്രെസ് സ്കെയിൽസ് എന്ന് പറയുന്നത്. സ്ട്രെസ് സ്കെയിൽസ് വഴി നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ സ്ട്രെസ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. The disadvantage of blood tests is that they may not give the accurate picture of your overall stress levels. Only the exact moment that the tests were taken, some inflammation results may be due to the transformatory and normal response to a stressful situation. അപ്പോൾ സ്ട്രെസ് സ്കെയിൽസ് എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ നടത്തി നമുക്ക് സ്ട്രെസ്സിന്റെ അളവ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പക്ഷെ അതിന് കുറച്ച് പോരായ്മകളുണ്ട്. നല്ല രീതിയിലുള്ള എത്രത്തോളം സ്ട്രെസ് നമുക്കുണ്ടെന്ന് കൃത്യമായിട്ട് കാണിക്കുന്നതിൽ ചിലപ്പോൾ അത് പരാജയപ്പെടാറുണ്ട്. അപ്പൊ അതൊന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഹാർട്ട് റേറ്റിലുള്ള വേരിയബിലിറ്റി ഒക്കെ വെച്ച് നമുക്ക് സ്ട്രെസ് ഉണ്ടോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ സ്ട്രെസ് സ്കെയിൽസ് നോക്കുക. അതുപോലെ തന്നെ സ്ട്രെസ് ഹോർമോൺസിന്റെ ലെവൽ നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ സ്ട്രെസ്സിനെ കണ്ടെത്താനായിട്ട് സാധിക്കും. ദ ബെസ്റ്റ് നോൺ സ്ട്രെസ് ഹോർമോൺ ഈസ് കോർട്ടിസോൾ. When production is the hormone is ongoing in the leads of chronic stress, the reacts extremely quickly to stress and in a relatable indicator. It follows a daily cycle, highest in the morning and lowest at bedtime. Best result came from early morning monitoring. അപ്പൊ സ്ട്രെസ് ഹോർമോൺസ് എന്ന് പറയുന്നതും നമ്മുടെ സ്ട്രെസ് ലെവൽ എത്രത്തോളം ഉണ്ടെന്ന് കണ്ടെത്താനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ്. സ്ട്രെസ് ഹോർമോൺസിന്റെ കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ട് നമുക്ക് സ്ട്രെസ് ഉണ്ടോന്ന് അതിന്റെ സ്ട്രെസ് ലെവൽ നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം സ്ട്രെസ് ഹോർമോൺസ് എന്ന് പറയുന്നത് ഏതാണെന്നും അത് എങ്ങനെയാണ് കൃത്യമായിട്ട് കണ്ടെത്താൻ സാധിക്കുന്നതിനെ കുറിച്ചും കൃത്യമായിട്ടൊന്ന് ഓർത്തിരിക്കുക. ഇനി ഇവാലുവേറ്റിംഗ് സ്ട്രെസ് എന്ന് പറയുന്നത് ഒരു കാര്യമുണ്ട്. യുവർ പെർസെപ്റ്റീവ് സ്ട്രെസ് സ്കെയിൽ is based on symptoms and stress you may be experiencing. Anxiety, sleep deprivation, financial difficulties, bereavements and straightening a new job all add to changes that can increase stress levels. അപ്പോൾ നമ്മുടെ സ്ട്രെസ് ലെവൽസ് പല രീതിയിലാണ് കൂടുന്നത്. അതായത് നമ്മളൊരു പുതിയ ജോലിയിൽ പ്രവേശിക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ചിലപ്പോൾ സ്ട്രെസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം നമുക്ക് അറിയത്തില്ലാത്തൊരു മേഖലയാണ്, നമ്മൾ കൂടുതലായിട്ട് അറിയാൻ പോകുന്നേ ഉള്ളൂ ആ മേഖലയെ കുറിച്ച്. അതുപോലെ തന്നെ നമ്മൾ എത്തുമ്പോൾ അവിടുത്തെ ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചും അവിടുത്തെ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ്, അവരുടെ ജോലി പരിസ്ഥിതി എങ്ങനെയാണെന്നതിനെ കുറിച്ച് ഒന്നും അറിയാൻ നമുക്ക് ലഭിക്കില്ല. അപ്പൊ അതൊക്കെ ആയി വരാനായിട്ട് കുറച്ച് താമസം എടുക്കും. അത് നമ്മുടെ ഹൈ ആയിട്ടുള്ള ഒരു സ്ട്രെസ്സിന് കാരണമാകും, നമുക്ക് സ്ട്രെസ് കൂടുന്നതിന് അത് കാരണമാകുകയെ. അപ്പൊ അതൊന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ടെൻഷനും
ഡയജറ്റീവ് ഇഷ്യൂസും ചേഞ്ചസ് ഇൻ ഹാർട്ട് റേറ്റും ഒക്കെ അനുസരിച്ച് നമുക്ക് ഈ ഒരു സ്ട്രെസ് ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കും. അതിനെക്കുറിച്ചാണ് പറയുന്നത്. എ റേഞ്ച് ഓഫ് ഫിസിക്കൽ സയൻസ് ദാറ്റ് ഇൻഡിക്കേറ്റ് യുവർ സ്ട്രെസ് ലെവൽസ് ആർ ടു ഹൈ ആർ ഡയജറ്റീവ് ഇഷ്യൂസ്, ഡയറിയ, കോൺസ്റ്റിപ്പേഷൻ, അതുപോലെ തന്നെ വോമിറ്റിംഗ്. സ്ട്രെസ് ക്യാൻ എഫക്ട് ഹൗ ഇറ്റ്സ് ഇന്റൻസീസ് അബ്സോർബ് ന്യൂട്രീഷ്യൻസ്. അപ്പോൾ ഈ ഒരു നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻസ് വെച്ച് നമുക്ക് സ്ട്രെസ് ഉണ്ടോ, ആ സ്ട്രെസ് ലെവൽ എത്രയാണെന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതിലൊന്നാണ് ഡൈജസ്റ്റീവ് ഇഷ്യൂസ്. നമുക്ക് ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് എന്താണ് ദഹന പ്രശ്നങ്ങളുണ്ട്, ഭയങ്കരമായിട്ട് മലബന്ധമുണ്ട്, അതുപോലെ തന്നെ ഡയറിയ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെന്ന് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ സ്ട്രെസ് ഉണ്ടെന്ന് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ടെൻഷൻ ഉണ്ടെങ്കിൽ മസിൽസ് ടെൻസ് when they are stressed, resulting in pains in your head, chest or stomach. അപ്പൊ ടെൻഷൻ കാരണം നമുക്ക് എന്താണ് ഈ ഒരു സ്ട്രെസ് കാരണം ഉണ്ടാവുന്ന നെഞ്ചുവേദന, അതുപോലെ തന്നെ തലവേദന, അതുപോലെ തന്നെ വയറുവേദന, ഇതെല്ലാം സ്ട്രെസ് കാരണം ഉണ്ടാവുന്നതാണ്. അപ്പൊ അത് രീതിയിൽ നമുക്ക് സ്ട്രെസ് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ചേഞ്ചസ് ഇൻ ഹാർട്ട് റേറ്റ് ഞാൻ പറഞ്ഞു അല്ലെ. ഹാർട്ട് റേറ്റിലുള്ള ഡിഫറൻസസ്, അതായത് പെട്ടെന്ന് പടപടാന്ന് നെഞ്ചിടിക്കുക, അതുപോലെ തന്നെ പെട്ടെന്ന് നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടുക, അതൊക്കെ നമ്മുടെ ടെൻഷൻ കാരണം ഉണ്ടാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്ട്രെസ് കാരണം ഉണ്ടാവുന്നതാണ് നമ്മൾ പറഞ്ഞു. ഈ 3 രീതികളിൽ നമുക്ക് വേണമെങ്കിൽ എന്താണ് നമ്മുടെ സ്ട്രെസ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. പിന്നെ സ്ട്രെസ് മാനേജ്മെന്റിനെ കുറിച്ചും പറയുന്നുണ്ട്. അപ്പൊ സ്ട്രെസ് നമുക്ക് മെഷർ ചെയ്യുന്നത് പ്രധാനപ്പെട്ട കാര്യമാണെന്ന് ഓർത്തിരിക്കുക. സ്ട്രെസ് മെഷർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മുടെ ഹെൽത്ത് കണ്ടിന്യൂ ചെയ്യാൻ, അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് ഇല്ലാതാക്കാനും, നമ്മുടെ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ കണ്ടിന്യൂ ചെയ്യാനും സ്ട്രെസ് എത്രത്തോളം കുറയ്ക്കേണ്ടത് പ്രധാനപ്പെട്ടതാണെന്നുള്ള കാര്യം പറയാം. അതുപോലെ തന്നെ ഇവാലുവേറ്റിംഗ് സ്ട്രെസ് ഏതൊക്കെ രീതിയിൽ നമുക്ക് സ്ട്രെസ് കുറയ്ക്കാൻ സാധിക്കും എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. അതുപോലെ തന്നെ സ്ട്രെസ്സിന്റെ സിംറ്റംസും കാര്യങ്ങളും ഓർത്തിരിക്കുക കേട്ടോ. പിന്നെ വരുന്നത് സ്ട്രെസ് മാനേജ്മെന്റിനുള്ള കാര്യങ്ങളാണ് പറയാം. സ്ട്രെസ് മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. സ്പെൻഡിങ് ടൈം വിത്ത് ദ പീപ്പിൾ ദാറ്റ് കെയർ അബൌട്ട് യു. അതൊന്നാമത്തെ പോയിന്റ് ആണ്. അതായത് നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ കെയർ ചെയ്യുന്ന ആളുകളുമായിട്ട് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ സ്ട്രെസ് കുറയ്ക്കുന്നതിന് സഹായകരമാകും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ വർക്ക് പ്രഷർ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സുമായിട്ട് നമ്മൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ, ഒന്ന് പുറത്തൊക്കെ പോവുകയാണെങ്കിൽ അത് നമ്മുടെ സ്ട്രെസ് ലെവൽ വളരെയധികം കുറയ്ക്കുന്നതിന് കാരണമാകും അല്ലേ. പിന്നെ ഗെറ്റിംഗ് ഇൻവോൾവ് വിത്ത് യുവർ കമ്മ്യൂണിറ്റി. നമ്മുടെ സമൂഹവുമായിട്ട്, നമ്മളൊരു സാമൂഹ്യ ജീവിയാണെന്ന് അറിയാം. നമ്മുടെ മനുഷ്യർ എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ ജീവിയാണ്. അപ്പൊ സമൂഹവുമായിട്ട് നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നിലനിർത്തുകയാണെങ്കിൽ, കുറെ ആളുകളെ കാണുകയും മിണ്ടുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ സ്ട്രെസ് വളരെയധികം കുറയാനായിട്ട് അത് കാരണമാകും. അതുപോലെ റെഗുലർലി എക്സസൈസിങ് ഹെൽപ്പിംഗ് ടു കീപ് ഡിപ്രഷൻ ആറ്റ് ബൈ ദ ലിഫ്റ്റിംഗ് യുവർ മൂഡ്. അപ്പോൾ അതുപോലെ തന്നെ എക്സസൈസ് ചെയ്യുന്നത് നല്ല രീതിയിൽ നമ്മുടെ സ്ട്രെസ് മാനേജ്മെന്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. നമ്മൾ രാവിലെ കുറച്ച് നേരം നടക്കുക, അതുപോലെ തന്നെ ഓടുക, എക്സസൈസുകൾ, നമ്മുടെ സ്ട്രെച്ചിങ് എക്സസൈസ് ഒക്കെ ചെയ്യുക. ഇതൊക്കെ എന്താണ് നമ്മുടെ സന്തോഷമുള്ള അല്ലെങ്കിൽ ഹാപ്പി ഹോർമോൺ ഉണ്ടാകുന്നതിന് കാരണമാകും. അത് നമ്മുടെ ലൈഫിലെ സ്ട്രെസ്സിനെ വളരെയധികം കുറയ്ക്കുന്നതിന് കാരണമാകും. നമ്മൾ രാവിലെ എഴുന്നേറ്റ് നടക്കാനൊക്കെ ആളാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് നല്ല കിളികളുടെ ശബ്ദവും അതുപോലെ തന്നെ ആ ഒരു ശുദ്ധമായ വായു ഒക്കെ ശ്വസിക്കുമ്പോൾ നമുക്ക് കുറച്ചൊക്കെ സ്ട്രെസ് ഒക്കെ കുറയുന്നതിന് കാരണമാകും. അതുപോലെ തന്നെ മെഡിറ്റേറ്റിംഗ് ഒക്കെ നമുക്ക് നല്ല രീതിയിലുള്ള സ്ട്രെസ് കുറയ്ക്കുന്നതിന് സഹായകമാകുന്ന കാര്യമാണ്. ചില ആളുകളൊക്കെ പറയാറുണ്ട്, യോഗ ആചാര്യന്മാരൊക്കെ പറയാറുണ്ട്, രാവിലെ എഴുന്നേറ്റ് ശ്വസന വ്യായാമങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മുടെ സ്ട്രെസ് വളരെയധികം കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു. അപ്പൊ ആ രീതിയിൽ നമുക്ക് സ്ട്രെസ് കുറയ്ക്കാൻ സാധിക്കും, സ്ട്രെസ് മാനേജ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഹാവിങ് എ മെസ്സേജ് naturally reducing stress hormones, lowering anxiety and raising your immunity as your body release endorphins. അപ്പോൾ ഹാവിങ് എ മെസ്സാജും അതുപോലെ തന്നെ മെസ്സേജ് ഒഴിക്കുക, അതുപോലെ തന്നെ ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ മെസ്സാജ് എന്താണ് ശാരീരികമായിട്ടുള്ള നമ്മൾ കൈയൊക്കെ ഒന്ന് മസാജ് ചെയ്യുക, അതുപോലെ തന്നെ തലോടുക, ഇതൊക്കെ നമ്മുടെ എന്താണ് നമ്മുടെ സ്ട്രെസ് കുറയ്ക്കുന്നതിന് സഹായകമാകുന്ന കാര്യമാണ് അല്ലെ. അതുപോലെ തന്നെ നമ്മളിപ്പം നമുക്ക് ഭയങ്കരമായിട്ട് സ്ട്രെസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ അച്ഛനമ്മമാരെ ഒക്കെ അടുത്ത് നിന്നിട്ട് അമ്മയുടെ ഒക്കെ അടുത്ത് നിന്നിട്ട് അമ്മ തലോടുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു ആശ്വാസം കിട്ടും അല്ലെ. അപ്പൊ ആ രീതിയിൽ നമുക്ക് നമ്മുടെ സ്ട്രെസ് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ലിസണിങ് ടു മ്യൂസിക്, നമ്മൾ സംഗീതം കേൾക്കുക, അതുപോലെ തന്നെ ഡാൻസ് കാണുക, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ കാണുകയും ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ സ്ട്രെസ് കുറയുന്നതിന് കാരണമാകും. അതുപോലെ തന്നെ സ്ലീപ്പിംഗ് ഇനഫ്, അതായത് നല്ല രീതിയിൽ മതിയായിട്ടുള്ള ഉറക്കം നമുക്ക് വേണ്ട ഒരു കാര്യമാണ്. നല്ല രീതിയിൽ ഉറക്കം കിട്ടിയില്ലെങ്കിൽ അത് നമ്മുടെ സ്ട്രെസ്സിനെ വളരെയധികം ബാധിക്കാറുണ്ട്. അതായത് സ്ട്രെസ് കൂടുന്നതിന് ഉറക്കക്കുറവ് കാരണമാകാറുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നമ്മൾ നല്ല രീതിയിൽ ഉറങ്ങുന്നുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം. 7-8 മണിക്കൂർ കൃത്യമായിട്ട് ഉറങ്ങാനായിട്ട് ശ്രമിക്കണം. ഉറക്കം കുറവുണ്ടെങ്കിൽ നമുക്ക് സ്ട്രെസ് അനുഭവപ്പെടും. അതുപോലെ തന്നെ ബുക്കിംഗ് എ സെക്ഷൻ വിത്ത് എ ട്രെയിൻഡ് കൗൺസിലർ. അപ്പൊ നമുക്ക് നമ്മളെ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റാത്ത സ്ട്രെസ്സും അതുപോലെ തന്നെ ആൻസൈറ്റി ഒക്കെയാണ് നമുക്കുള്ളതെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ഒരു കൗൺസിലറിനെ കണ്ട് ആ ഒരു കൗൺസിലറിനോട് കാര്യങ്ങൾ സംസാരിച്ച് ഉപദേശങ്ങൾ സ്വീകരിക്കാവുന്നതാണ്. അങ്ങനെ സ്വീകരിച്ചുകൊണ്ട് നല്ല രീതിയിൽ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ സ്ട്രെസ് മാനേജ്മെന്റിൽ വരുന്നത്. നമുക്ക് സ്ട്രെസ് മാനേജ്മെന്റ് ചെയ്യാനായിട്ട് ഒരുപാട് ഓപ്ഷൻസ് പറയുന്നുണ്ട്. ഈ ഓപ്ഷൻസിലൂടെ നമുക്ക് നല്ല രീതിയിൽ
സ്ട്രെസ് കൺട്രോൾ ചെയ്ത് നമ്മുടെ ആരോഗ്യം നിലനിർത്താനായിട്ട് സാധിക്കും. മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ശാരീരികമായിട്ടുള്ള ആരോഗ്യം പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിലൊരിക്കലും നമുക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ സ്ട്രെസ് ഉണ്ടാവുന്നത് സ്വാഭാവികമായ കാര്യമാണ്. അത് നമ്മുടെ അൺഹെൽത്തി ആയിട്ടുള്ള ചില ഹാബിറ്റ്സ് ഉപയോഗിച്ച് നമ്മൾ അതിനെ സ്ട്രെസ്സിനെ ഓവർകം ചെയ്യാൻ ശ്രമിക്കരുത്. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ആൽക്കഹോൾ കഴിക്കുക, അതുപോലെ തന്നെ ഓവർ ഈറ്റിംഗ്, ഇതൊന്നും നമ്മൾ ചെയ്യാതെ നല്ല രീതിയിൽ നമുക്ക് ഇഷ്ടമുള്ള ആളുകളോട് സംസാരിക്കുകയും മ്യൂസിക് കേൾക്കുക, അതുപോലെ തന്നെ നല്ല രീതിയിൽ ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്യുക, കമ്മ്യൂണിറ്റിയായിട്ട് മിങ്കിൾ ചെയ്യുക. ഇങ്ങനെ രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ സ്ട്രെസ് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് പഠിച്ചിട്ട് വരിക. അത് നമ്മുടെ എക്സാം അടുത്തു എന്ന് അറിയാലോ അല്ലെ? അപ്പൊ എക്സാമിന് മുൻപ് ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിച്ചു തീർക്കണം. അപ്പൊ ഓരോ ദിവസവും പഠിപ്പിക്കുന്നത് അന്നു തന്നെ പഠിച്ചു പോവുകയാണെങ്കിൽ കൂടുതൽ ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ സ്ട്രെസ് എന്താണെന്നും സ്ട്രെസ് മെഷർ ചെയ്യേണ്ട ആവശ്യകതയെ കുറിച്ചും സ്ട്രെസ് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാമെന്നും നമ്മൾ പറഞ്ഞു. അപ്പൊ അതൊക്കെ ഒന്ന് കൃത്യമായിട്ട് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടോ? നമ്മൾ പറഞ്ഞ കാര്യമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ചാറ്റ് ചെയ്തോളൂ കേട്ടോ, ചാറ്റ് ചെയ്തോളൂ. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ഓക്കെ. ഓക്കെ ഓക്കെ. അപ്പൊ താങ്ക് യു. താങ്ക് യു. താങ്ക് യു സോ മച്ച്.